നമ്മുടെ ഈ 1.5 മണിക്കൂറത്തെ പ്രസംഗത്തിലല്ല മനുഷ്യൻ മാനസാന്തരപ്പെടുന്നത്. ഒരുപാട് വചന നമ്മൾ കേട്ടത് കൊണ്ട് ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ല. പ്രസംഗം കേട്ടത് കൊണ്ട് മാനസാന്തരം ഉണ്ടാകുന്നില്ല. പ്രാർത്ഥിച്ചത് കൊണ്ട് മാനസാന്തരം ഉണ്ടാകുന്നില്ല. നമ്മൾ ആരാധനകൾ പങ്കെടുത്തത് കൊണ്ട് നമുക്ക് മാനസാന്തരം ഉണ്ടാകണമെന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ജനങ്ങൾ തന്നെത്താനെ കരഞ്ഞ് നിലവിളിച്ച് പ്രൈസ് ദി ലോർഡ് അവരുടെ കുറ്റബോധമുള്ളവരായി. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു മീറ്റിങ്ങിനകത്ത് പിന്നെ കഴിഞ്ഞ എത്രയോ ഒരു വർഷമായിട്ട് ഉപദേശിച്ചിട്ട് നന്നാകാത്ത ഒരു പെൺകുട്ടി കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഒരു മീറ്റിങ്ങിന് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവൾ പറയുകയാണ്, ആരംഭം മുതൽ പരിശുദ്ധാത്മാവ് അവളുടെ പാപത്തെ കുറിച്ചുള്ള ഒരു ബോധം അവളുടെ ഉള്ളിലുണ്ടാവുകയാണ്. അവൾക്ക് നിർത്താൻ സാധിക്കാതെ കരച്ചിൽ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഉള്ളിൽ നിന്നും കണ്ണുനീര് വരും, കരച്ചിൽ വരും, നടക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ഉള്ളിലുള്ള പാപബോധം, ആ പാപബോധം ഉണ്ടാക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്ത് ഇറങ്ങി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തികളുടെ അകത്ത് മൂക്കിപ്പൊടി വലിച്ചുകൊണ്ട് വരുന്നവന് ആ വചനം കേട്ടതുകൊണ്ട് മാനസാന്തരം ഉണ്ടാകണമെന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അവനെ തൊടുമ്പോൾ അവൻ്റെ പാപ സ്വഭാവങ്ങളെക്കുറിച്ച് അവന് അത് തിരുത്തണമെന്ന ഒരു സുബോധം, ഒരു ഉൾബോധം ഉണ്ടാക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. അപ്പോൾ എല്ലാ ആരാധനകളും നമ്മൾ വചനം കേട്ടും കൈയടിച്ചും പോകുന്ന ആരാധനകൾ മാത്രമായതുകൊണ്ട് പലപ്പോഴും പലരുടെയും ലൈഫിൽ ഒരു മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു പാപബോധമുണ്ടായി. നമ്മുടെ പഴയ പ്രവർത്തികൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെക്കുറിച്ചുള്ള ആ കുറ്റബോധം നിലനിൽക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ കുറ്റം, ആ കുറ്റത്തെക്കുറിച്ചൊരു ബോധം നമുക്ക് തരുന്നതാണ്, അല്ലെങ്കിൽ ഒരു പാപബോധം തരുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന്, ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതാണ് റിവൈവലിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. കൈയടിക്കുന്നത് റിവൈവൽ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറും ഒരു ആരാധന റിവൈവൽ അല്ല. പ്രൈസ് ദി ലോർഡ്. ആ റിവൈവൽ ഉണ്ടാകുമ്പോൾ ഒന്നാമത് പാപബോധം ഉണ്ടാകും. അവരുടെ പാപങ്ങളെക്കുറിച്ച്, കുറ്റങ്ങളെക്കുറിച്ച് ഒരു ഉത്ബോധമുണ്ടായി അത് വിട്ടുകളയാൻ ഒരു മനസ്സുണ്ടാവുകയാണ്. അതാണ് റിവൈവൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആ റിവൈവൽ സംഭവിക്കണം. അല്ലെങ്കിൽ സ്വയനീതിക്കകത്ത് മനുഷ്യൻ ഞാൻ നല്ലതാണ്, ഞാൻ സെൽഫ് റൈച്ചസ്നെസ്, ഞാൻ സ്വയമായിട്ട് എന്നെക്കുറിച്ച് നല്ലവനാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എൻ്റെ ജീവിതങ്ങളെല്ലാം ഞാൻ കറക്റ്റാണ്, ഞാൻ നീതിമാനാണെന്ന് സ്വയം വിചാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് എല്ലാവരും. നമ്മളെല്ലാവരും ആ കൂട്ടത്തിലുള്ളവരാണ്. പക്ഷേ നമ്മൾ ആ സ്വയനീതിക്കകത്ത് നിന്ന് പുറത്ത് വന്ന് ആ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അയ്യം വിളിച്ച് കരയാൻ തുടങ്ങും. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അടിയനേതാ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന ഒരു വലിയ മാറ്റം സംഭവിക്കുവാനിടയാകാം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ഇന്ന് പകൽക്കാലം ഈ ആരംഭത്തിൽ, ഈ ആരാധനയുടെ, ഈ പ്രഭാതത്തിലുള്ള ആരാധനയുടെ നടുവിൽ നമ്മുടെ മധ്യത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ അകത്ത് ഒരു പാപബോധത്തെ തന്ന് നിങ്ങളുടെ സെൽഫ് റൈച്ചസ്നെസ്സുകളെല്ലാം പൊട്ടിയിട്ട് ആത്മാവിൻ്റെ നിറവ് നിങ്ങളിൽ വരുമ്പോൾ, ആത്മാവ് നിങ്ങളെ തൊടുമ്പോൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്വഭാവങ്ങളും, അമ്മയെ ബഹുമാനിക്കാത്ത, അപ്പനെ ബഹുമാനിക്കാത്ത, ഭർത്താവിന് കീഴ്പ്പെടാത്ത, അമ്മാവി അമ്മയ്ക്ക് വിരോധമായി സംസാരിക്കുന്ന, തലമുറകളോട് ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ അയൽവാസികളോട് മിണ്ടാത്ത, ആ പിണക്കത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകാതിരുന്നാൽ ഒരിക്കലും അതൊരു ശുശ്രൂഷ എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇതിനകത്ത് നിന്ന് നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ പ്രവൃത്തികൾ, പാപപ്രവൃത്തികൾ, സീക്രട്ടായിട്ടുള്ള പാപങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർ അത് മനസ്സിലാക്കുന്നു? ഇതിനകത്ത് യൗവനക്കാരുണ്ടായിരിക്കും. യൗവനക്കാരായ നിങ്ങൾ പലരിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾക്കകത്ത് നിങ്ങൾ പെട്ടുപോകുന്നെങ്കിൽ അതിനെക്കുറിച്ചൊരു പാപബോധം ഉണ്ടാക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അല്ല എന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു, കയ്യടിക്കുന്നു, ആരാധിക്കുന്നു, മടങ്ങിപ്പോകുന്നു, നമ്മുടെ ജീവിതത്തിന് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്, നമ്മുടെ സ്വഭാവത്തിന്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക്, നമ്മുടെ പഴയ വൃത്തികെട്ട സ്വഭാവങ്ങൾക്ക് ഒരു മാറ്റം തന്നിട്ട് ഒരു പുതുക്കം തരുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അതാണ് നവോത്ഥാനം ഉണ്ടാകുക എന്ന് പറയുന്നത്. ഒരു റിവൈവൽ സംഭവിക്കുക. റിവൈവൽ എന്ന് പറഞ്ഞാൽ ഒരു ഉണർവ് നടക്കുക. ആ ഹൃദയത്തിനകത്തൊരു ഉണർവ് സംഭവിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അത് പഴയ നിയമത്തിനകത്ത് ജനങ്ങളോട് എത്ര പറഞ്ഞാലും, എത്ര പ്രസംഗിച്ചാലും, എത്ര വലിയ പ്രവാചകൻ ശമൂവേലും അല്ലെങ്കിൽ ഇരമ്യാവും യെശയ്യാവും എല്ലാം പ്രവചിച്ച് അവരുടെ പാപങ്ങളെക്കുറിച്ച് പ്രവാചകന്മാര് അവരെ നീ പാപിയാണ്, നീ പാപിയാണ്, നിന്റെ പാപത്തെക്കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടും, പബ്ലിക്കിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ദാവീദിനോടൊരു നാഥാൻ ചെന്ന് പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അവരെന്നും പാപ സ്വഭാവം നിർത്തിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ പാപത്തിൽ തന്നെ. അതുകൊണ്ടാണ് യഹോവയായ ദൈവത്തിന് ജനത്തിന്റെ പാപത്തെ പ്രബോധിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാർ വരുന്നു എന്ന് കേൾക്കുമ്പോഴേ മനുഷ്യർക്ക് പേടി, ഭയം ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ വന്ന് അവരെ പബ്ലിക്കിൽ വിളിച്ച് അവരുടെ പാപങ്ങളെ വിളിച്ചു പറയുമായിരുന്നു. പക്ഷെ എന്നിട്ടും ജനത്തിന് മാനസാന്തരം ഉണ്ടായില്ല. അവർ ചെയ്ത സകല വ്യഭിചാരവും കൊലപാതകവും സകലതും കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് പുറത്ത് ജനത്തെ കൊണ്ടുവരാൻ എന്താണ് ഒരു പ്ലാന്, എന്താണ് ഒരു മാർഗം? അതാണ് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് കൂടിയിരുന്ന ജനത്തിന്റെ നടുവില് പരിശുദ്ധാത്മാവ് അഗ്നി നാവ് പോലെ ഇറങ്ങി അങ്ങോട്ട് വന്ന് ഓരോ മനുഷ്യന്റെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ. ആ വ്യക്തികളുടെ മേൽ പതിഞ്ഞപ്പോൾ അവരുടെ അകത്ത് അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ അവരുടെ ഉള്ളിൽ പാപബോധം ഉണ്ടായി. അവരുടെ അന്ന് വരെ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെല്ലാം അവസാനിപ്പിച്ച് അവർ പുതിയ മനുഷ്യരായി മാറുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന പകലും അങ്ങനെ ഒരു വലിയ മേജർ ഷിഫ്റ്റിംഗ് നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിനകത്താണ് പുതിയ നിയമസഭ ആരംഭിക്കപ്പെടുന്നത്. പത്രോസ് അടക്കമുള്ള വലിയ ലീഡർഷിപ്പിലായിരുന്ന പത്രോസ് 3 പ്രാവശ്യം, പത്രോസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 3 എന്ന് പറയുന്ന സംഖ്യ ഭയങ്കര പ്രാധാന്യമാണ് പത്രോസിന്റെ ലൈഫിൽ. 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യം യേശു ക്രിസ്തു പത്രോസിനെ കൊണ്ട് യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. 3 പ്രാവശ്യം എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞ അനുഭവങ്ങൾ, ഏറ്റുപറഞ്ഞ അനുഭവങ്ങൾ. അതുപോലെ തന്നെ 3 പ്രാവശ്യം ദുപ്പട്ടി ഇറങ്ങി കർത്താവിൻ്റെ ദാസനോട് നീ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോകണമെന്ന് പറഞ്ഞ അനുഭവങ്ങൾ. ഒരുപാട് പ്രാവശ്യം തൻ്റെ ജീവിതത്തിൽ 3 എന്ന് പറയുന്ന സംഖ്യ ഒരു പ്രാധാന്യമുള്ള സംഭവമാണ്. അങ്ങനെ ഒരു പത്രോസ്, തള്ളിപ്പറഞ്ഞ പത്രോസ്, വിട്ടുകളഞ്ഞിട്ട് പോയ പത്രോസ്, മാറിപ്പോയ പത്രോസിനെ ഒരു ലീഡറാക്കിയ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഒരു പുതിയ നിയമത്തിൽ വരും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് വരുമ്പോൾ പത്രോസിന്റെ ലൈഫ് തന്നെ അങ്ങ് മാറുകയാണ്. തള്ളിപ്പറഞ്ഞവനാണ്, പരീക്ഷിച്ചവനാണ്. ഹല്ലേലൂയ. അതേസമയം ആവേശമുള്ളവനായിട്ട് ഏത് കാര്യത്തിനും ചാടി ഇറങ്ങുന്നവനാണ്. വഴിയില്ലാത്ത സ്ഥലത്ത് പത്രോസ് മാത്രമേ പറഞ്ഞുള്ളൂ, കർത്താവേ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വഴിയില്ലാത്ത സ്ഥലത്തും പത്രോസിന് വലിയൊരു വിശ്വാസം ഉണ്ടായി. യേശുവിനെ കണ്ടപ്പോൾ, ആ തടാകത്തിലൂടെ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ പത്രോസ് പറയുകയാണ്, ഈ വഴിയില്ലാത്ത സ്ഥലത്തുകൂടെ ഞാനൊന്ന് നടന്നു വരട്ടെ. കർത്താവ് പറഞ്ഞു, അവിടെ 2 അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നത്. ഒരു വഴിയില്ലാത്ത സ്ഥലത്ത് യേശു പറയുകയാണ്, ധൈര്യമായിട്ട് നടന്നു വരിക. ഹല്ലേലൂയ. അങ്ങനെ ഇറങ്ങി നടക്കാൻ ധൈര്യം കാണിച്ച ഒരാളാണ് പത്രോസ്. ഇന്ന് പകൽ അങ്ങനെയുള്ള ചിലർ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. ഒരു വഴിയുമില്ലാത്ത ഇടങ്ങളിൽ പത്രോസിനെ പോലെ വിശ്വാസത്തിൽ, ആവേശത്തിൽ ചാടി ഇറങ്ങുന്ന ചില വിശ്വാസ വീരന്മാർ ഇതിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ചിലരെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നിന്നിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. കാരണം ഒന്ന്, നിന്റെ ലൈഫിനകത്ത് ഒരു വഴിയും ഇല്ലാതിരുന്നാൽ പോലും ആ വഴിയില്ലാത്ത സ്ഥലത്തും യേശുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എൻ്റെ ദൈവം എനിക്ക് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അടഞ്ഞ ചില വഴികൾ, ഒരു വഴിയില്ലാത്ത മേഖലകളിൽ കാലെടുത്ത് വെക്കാൻ ഒരു ചങ്കൂറ്റം, ഒരു ധൈര്യം, ഒരു ഉറപ്പ്, ഒരു വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഇന്ന് പകൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ പേര് വരണം. ഹല്ലേലൂയ.
ഒന്ന് വഴിയില്ലാത്ത ഇടത്ത് യേശു പറഞ്ഞു ഇറങ്ങി നടന്നോ എന്ന് പറഞ്ഞു. യേശുവിന്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിക്കാൻ ചങ്കൂറ്റം കാണിച്ചവനാണ് പത്രോസ്. ഹല്ലേലൂയ. അന്നവനെ അവനെ ഭയപ്പെടുത്തിയ കൊടുങ്കാറ്റടിച്ച് തിരമാലകൾ പോലെയുള്ള ആ പ്രശ്നങ്ങളുടെ മുകളിലൂടെ ചവിട്ടി നടക്കാൻ തക്കവണ്ണം ദൈവം പത്രോസിനെ ബലപ്പെടുത്താനിടയായി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിയിട്ടല്ല നീ പുറത്തു വരുന്നത്. ആ പ്രശ്നങ്ങളുടെ മുകളിലൂടെ ഈ 2022 പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി കാത്തിരിക്കരുത്. പത്രോസിനെ പോലെ ദൈവശബ്ദം കേട്ടിട്ട് നിന്റെ വിഷയങ്ങൾ മാറിയിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങാം. നിന്റെ വിഷയങ്ങൾ മാറിയിട്ട് പുറത്തിറങ്ങാന്ന് പറയുന്നതിന് പകരം ആവേശമുള്ളവനായി ധൈര്യമുള്ളവനായി ദൈവശബ്ദം കേട്ടിട്ട് പ്രശ്നങ്ങളിലൂടെ മുകളിലൂടെ നടന്നു കയറുന്ന ഒരു മനുഷ്യക്കായി, ഒരു ആവേശമുള്ള ശുശ്രൂഷയ്ക്കായി ദൈവം ചിലരെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ലീഡർഷിപ്പിന്റെ അഭിഷേകത്തിലോട്ട് തള്ളിപ്പറഞ്ഞവനെ, പിന്മാറിപ്പോയവനെ, ചഞ്ചല മനസ്സുള്ളവനെ, അല്ല മറ്റുള്ളവരെല്ലാവരെക്കാൾ ഉപരിയായി കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ചഞ്ചല മനസ്സുള്ള എന്നാൽ അതേസമയം ആവേശമുള്ള ധൈര്യമുള്ള എടുത്തുചാട്ടക്കാരനുമായ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവുമുള്ള ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില നിയോഗങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിലരെ പറയുവന് ചഞ്ചല മനസ്സിനുള്ള ഉറപ്പില്ലാത്തവനാണ്, ധൈര്യമില്ലാത്തവനാണ്, ഹല്ലേലൂയ, അവിശ്വാസിയാണ്. പക്ഷെ ഇന്ന് പകൽ ആത്മാ പറയുകയാണ് ഒരു ഷിഫ്റ്റിംഗ് നടക്കാൻ പോവുകയാണ്. ആ ഷിഫ്റ്റിങ്ങിനകത്ത് നമ്മൾ തള്ളിക്കളഞ്ഞ ചിലരെ പരിശുദ്ധാത്മാ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. പത്രോസ് ഒരിക്കലും അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 2-ലും ഒരിക്കലും ചരിത്രമായി കയറി വരേണ്ടതല്ല. കാരണം യേശുവിനെ യൂദയെ പോലെ തള്ളിക്കളഞ്ഞവനാണ്. പക്ഷേ ചില നിയോഗങ്ങൾ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ഇന്ന് വെളിപ്പെടാൻ പോകുന്നു. ഒരു ഷിഫ്റ്റിംഗ് നടക്കുമ്പോൾ തള്ളിപ്പറഞ്ഞ പിന്മാറ്റത്തിൽ പോയ ചിലരെ പരിശുദ്ധാത്മാവ് മുൻപന്തിയിൽ കൊണ്ടുവന്ന് ഈ കഴിഞ്ഞ നാളുകളിൽ നീ ഇന്ന് ഫ്രണ്ടിലായിരിക്കാം, എന്നാൽ ബാക്കിലായിരിക്കുന്ന പിന്മാറ്റത്തിലായിരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചില ഷിഫ്റ്റിങ്ങുകൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പിന്മാറ്റത്തിൽ പോയവരാണ്. കർത്താവ് പറയുക ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ചില ഷിഫ്റ്റിംഗ് നടക്കാൻ പോകുന്നു. ഷിഫ്റ്റിംഗ് നടക്കാൻ പോവുക. ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത കസേര മാറിയിരുന്നാട്ടെ. ഇപ്പൊ എല്ലാരും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ഇരുന്നത് പോലെ എഴുന്നേറ്റ് ഇരുന്നത് പോലെ എഴുന്നേക്കാതെ ഇരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. എന്നാൽ എഴുന്നേറ്റ് മാറുന്നവനൊരു മാറ്റമുണ്ട്. പ്രൊഫറ്റിക്കൽ ആക്ഷനാ, പവറാ. പ്രൈസ് ദി ലോർഡ്. നീ എന്ത് ചെയ്യുന്നു അത് തന്നെ നടക്കും. എഴുന്നേക്കാതെ അവിടെ ഇരിക്കുന്നവൻ കുറെ നാളും കൂടെ അവിടെ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിന്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ്. ഷിഫ്റ്റിംഗ് നടക്കാൻ പോവുക. പറഞ്ഞാട്ടെ, ഷിഫ്റ്റിംഗ് നടക്കാൻ പോവുക, ചേഞ്ച് നടക്കാൻ പോവുകയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ ചേഞ്ച് ആകാൻ പോവുകയാണ്, ഷിഫ്റ്റിംഗ് നടക്കാൻ പോവുകയാണ്. അസാധാരണമായ ഷിഫ്റ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയ്ക്കകത്ത് നടക്കാൻ പോകുന്നു. കുടുംബത്തിൽ നടക്കാൻ പോകുന്നു. സ്ഥലങ്ങൾ മാറാൻ പോകുന്നു, ഏരിയകൾ മാറാൻ പോകുന്നു, വീടുകൾ മാറാൻ പോകുന്നു, ശുശ്രൂഷകൾ മാറാൻ പോകുന്നു, കൃപാവര ശുശ്രൂഷകൾ മാറാൻ പോകുന്നു, മിനിസ്ട്രികൾ മാറാൻ പോകുന്നു, ബിസിനസ്സുകൾ മാറാൻ പോകുന്നു, തലമുറകൾക്കകത്ത് മാറ്റം സംഭവിക്കാൻ പോകുന്നു, മദ്യപാന്മാരായ ഭർത്താക്കന്മാർക്ക് മാനസാന്തരം ഉണ്ടാകാൻ പോകുന്നു. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് പകൽക്കാലം ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, അസാധാരണമായ മാറ്റങ്ങളുടെ കാലഘട്ടങ്ങൾ, അസാധാരണമായ കാറ്റുകൾ അടിക്കാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. കാറ്റടിക്കുന്നത് എന്തിനെന്നറിയാമോ? ചേഞ്ച് വരുവാൻ. ആർക്കും മനുഷ്യന് മാറ്റാൻ പറ്റാത്ത ചിലതിനെ അസാധാരണമായ കൊടുങ്കാറ്റ് പോലെ ഒരു ദൈവശക്തി ഇറങ്ങി ചിലതിനെയൊക്കെ സ്ഥാനഭ്രംശങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. സ്ഥാന ചലനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചരിത്രങ്ങളെ മാറ്റുന്ന ദൈവശക്തിയുടെ പ്രവർത്തികൾ. ഹല്ലേലൂയ. ഒരു കൂടിവരവുണ്ടെങ്കിൽ ആ കൂടിവരവിനകത്തൊരു ആത്മപകർച്ചയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മപകർച്ച ഇല്ലാത്ത കൂടിവരവുകൾ ചത്തതാണ്, മരവിച്ചതാണ്. അവിടെ ജനനം നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പുഷ്ടിയുണ്ട്, അതിനകത്തൊരു ജനനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മരണമല്ല നടക്കുന്നത്, ജനനം നടക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ളിടത്ത് ജനനങ്ങൾ നടക്കും. അഭിഷേകമുള്ളവിടത്ത് ഹല്ലേലൂയ
പുഷ്ടി ഉണ്ടാകും. അഭിഷേകമുള്ളിടത്ത് ഡ്രൈനസ്സുകൾ മാറും, വരൾച്ചകൾ മാറും. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിന്റെ ആത്മീക ജീവിതത്തിന്റെ മേഖലകളിൽ ഉള്ളതായ വരൾച്ചകൾ മാറേണ്ടതിന് കരങ്ങളെ ചേർത്തടിച്ച് അന്യഭാഷ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് സ്തുതിച്ച് നിന്റെ ശരീരങ്ങളെ വിട്ടുകൊടുത്താൽ നിനക്ക് ചുറ്റുമുള്ള മേഖലകളിൽ ഒരു വരൾച്ച മാറി ഒരു പുഷ്ടി വരാൻ പോവുകയാണ്. പുഷ്ടി വരാൻ പോവുകയാണ്. ചലനങ്ങൾ വരാൻ പോവുകയാണ്. പുഷ്ടിപ്പെടാൻ പോവുകയാണ്. വരൾച്ചകൾ മാറാൻ പോവുകയാണ്. ജനനങ്ങൾ നടക്കാൻ പോവുകയാണ്. മരണമല്ല, ജനനം നടക്കണമെങ്കിൽ ഇന്ന് പകൽ അഭിഷേകം ഇറങ്ങണം. അഭിഷേകം ഇറങ്ങണമെങ്കിൽ കൂടിവരവുകൾ ഉണ്ടാകണം. കൂടിവരവുകളുടെ നടുവിൽ, ഒരു മനസ്സുകളുടെ നടുവിൽ, പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ അസാധാരണമായ കാറ്റുകൾ, അസാധാരണ പകർച്ചകൾ ഇന്ന് പകൽ അത് വെളിപ്പെടട്ടെ. In the name of Jesus. വരൾച്ചകൾ മാറാൻ പോകുന്നു. വരൾച്ച മാറാൻ പോകുന്നു. നിന്റെ ശരീരത്തിന്റെ വളർച്ച, പ്രൈസ് ദി ലോർഡ്, നിന്റെ ആത്മീക മേഖലയുടെ വരൾച്ച, നിന്റെ സാമ്പത്തിക മേഖലകളുടെ വരൾച്ച ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റാൻ പോവുകയാണ്. ഫൈനാൻഷ്യൽ മേഖലകളിലുള്ള വരൾച്ചകളെ ആത്മാവ് എടുത്തു മാറ്റണമെങ്കിൽ നിന്റെ ശരീരത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങണം. ഭാവിച്ചോ, ഒരു ദൈവ സാന്നിധ്യം കൂടി വരവുകളുടെ ഇടയിൽ വെളിപ്പെടുന്ന ഒരു അഭിഷേക പകർച്ച. ഈ അഭിഷേകം നിന്നെ മാറ്റാൻ പോകുന്നു. നിന്റെ ശരീരത്തിലെ ദണ്ഡിപ്പിക്കുന്ന രോഗബന്ധനങ്ങൾ മാറണമെങ്കിൽ ഇന്ന് പകൽ നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറണം. നിന്റെ ശരീരം പിശാചിന്റെ മന്ദിരമല്ല. നിന്റെ ശരീരം യേശുവിന്റെ മന്ദിരം, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി മാറുവാൻ. യെസ്, പ്രാപിച്ചോ. ചിലരുടെ മേൽ അസാധാരണമായ പകർച്ച വെളിപ്പെടുകയാണ്. ഇന്ന് പകൽ സീസൺ ചേഞ്ച് ആകാൻ പോകുന്നു. യെസ്, ഷിഫ്റ്റിങ്ങുകൾ നടക്കാൻ പോവുകയാണ്. ചിലരെ പരിശുദ്ധാത്മാവ് മുൻപന്തിയിൽ കൊണ്ടുവരാൻ പോകുന്നു. മിനിസ്ട്രിക്കായി, ശുശ്രൂഷകൾക്കായി മുൻപന്തിയിലോട്ട് ചിലരെ കൊണ്ടുവരാൻ പോവുകയാണ്. പിന്നിൽ കിടന്ന ചിലരെ, പിന്മാറ്റക്കാരായ ചിലരെ, തള്ളിപ്പറഞ്ഞ ചിലരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. കർത്താവ് ചിലരെ പുറത്തു കൊണ്ടുവരാൻ പോവുക. നിന്റെ വരൾച്ച മാറാൻ പോകുന്നു. നിന്റെ അകത്ത് ജീവൻ വ്യാപരിക്കട്ടെ, ശരീരങ്ങളിൽ ജീവൻ വ്യാപരിക്കട്ടെ. അഭിഷേകത്തോട് പ്രതികരിക്കുന്നവൻ, പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കുന്നവൻ, ദൈവശബ്ദം കേൾക്കുന്നവൻ, അനുസരിക്കുന്നവൻ, എഴുന്നേൽക്കുന്നവൻ, അനുസരിക്കുന്നവൻ, ചുവടുവെക്കുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെയുള്ള ചിലരെയാണ് ആത്മാവ് ഒരു ഷിഫ്റ്റിംഗ്, അവന്റെ ലൈഫിൽ ഒരു ഷിഫ്റ്റിംഗ് സംഭവിക്കും. അവൻ എഴുന്നേൽക്കും, അവൻ പിന്മാറ്റത്തിൽ നിന്ന് പുറത്തു വരും, അവൻ ലീഡറാകും, അവൻ പാസ്റ്ററാകും, അവൻ അപ്പോസ്തലനാകും, അവൻ ചരിത്രങ്ങളെ മാറ്റും, അവൻ കാലങ്ങളെ കുറിച്ച് പ്രവചിക്കും, അവൻ രാജ്യങ്ങളെ നോക്കി പ്രവചിക്കും, അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, അവൻ ദൂതന്മാരെ കാണും, അവന്റെ ചങ്ങലകൾ അഴിയും, അവനൊരു കാരാഗ്രഹത്തിനകത്ത് ഒതുങ്ങി പോകത്തില്ല. ഇന്ന് പകൽ പിന്മാറ്റത്തിൽ കിടന്ന നിന്നെ ദൈവം ചരിത്രമാക്കി മാറ്റാൻ പോവുകയാണ്. അവൻ മരിച്ചവരെ എഴുന്നേൽപ്പിക്കും, അവൻ ഊമനും ചെറുടനും പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. കഴിഞ്ഞ നാടുകളിൽ യേശുവിനെ തള്ളി പറഞ്ഞ നിന്നെ ദൈവം മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷയ്ക്കായി പുറത്തു കൊണ്ടുവരുന്ന വ്യക്തിയായി മാറ്റാൻ പോവുകയാണ്. ഷിഫ്റ്റിംഗ് നടക്കാൻ പോകുന്നു. അസാധാരണമായ ഷിഫ്റ്റിംഗ്, പെട്ടെന്ന് ചില ഷിഫ്റ്റിങ്ങുകൾ, പെട്ടെന്ന് ചില മാറ്റങ്ങൾ വ്യക്തികളിൽ മാറും. മാറ്റം സംഭവിക്കും. കുടുംബങ്ങൾക്കകത്ത് മാറ്റം സംഭവിക്കും. ദൈവസഭയ്ക്ക് മാറ്റം സംഭവിക്കപ്പെടും. യെസ്, ഹല്ലേലൂയ. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകാൻ പോകുന്നു. അന്തരീക്ഷങ്ങളെ മാറ്റുന്ന ദൈവം, അന്തരീക്ഷങ്ങളെ ചേഞ്ച് ചെയ്യുന്ന ദൈവം. നീ ആയിരിക്കുന്ന മേഖലകളിൽ ചില അന്തരീക്ഷങ്ങളെ തീയുടെ മണമടിക്കാൻ പോകുന്നു, തീയുടെ ഗന്ധമടിക്കാൻ പോകുന്നു. നിന്നെ തൊടുന്നവർ, നിന്നെ കാണുന്നവർ, ഒരു തീ വരികയാണ്. നിന്നെ തീയുടെ ഗന്ധമുള്ളവനാക്കി, ഒരു സ്വർഗീയ തീയുടെ ഗന്ധമുള്ളവനാക്കി. യെസ്.
ഒരു അസാധാരണമായ ഫയർ, ഒരു ബ്രാൻഡാക്കി ദൈവം ചിലരെ മാറ്റാൻ പോവുക. ഒരു അസാധാരണ ഫയർ ബ്രാൻഡായി പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് പകൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. വരുവാൻ ഒരു ദൈവശക്തി. യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അസാധാരണമായി ഒരു വ്യക്തിയെ ദൈവം പുറത്തുകൊണ്ടുവരിക. ഒന്നല്ല, 120 പേരെ അവരിരുന്ന അന്തരീക്ഷമാണ് ആദ്യം മാറിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്തരീക്ഷങ്ങളെ മാറ്റുന്നവനാണ് ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിനകത്തുള്ള അന്തരീക്ഷം മാറും. കലഹത്തിന്റെയും പിണക്കത്തിന്റെയും ഭിന്നതയുടെയും ദാരിദ്ര്യത്തിന്റെയും ശാപത്തിന്റെയും വഴക്കിന്റെയും ഹല്ലേലൂയ രോഗത്തിന്റെയും മണമുള്ള ആ പ്രശ്നങ്ങളുള്ള ഗന്ധമുള്ള നിന്റെ വീടിന്റെ അന്തരീക്ഷം, അഭിഷേകമുള്ള നീ അകത്ത് കയറുമ്പോൾ അത് മാറാൻ പോവുകയാണ്. നിന്റെ വീടിന്റെ അന്തരീക്ഷം ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ, വിലാപത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ, ശാപത്തിന്റെ, പിറുപിറുപ്പിന്റെ, കണ്ണുനീരിന്റെ, ഗദ്ഗതങ്ങളുടെ, മുറിവേറ്റ ഹൃദയങ്ങളുള്ളവരായി, വേദനിക്കപ്പെട്ടവരായി, ഹല്ലേലൂയ, നിന്റെ വീടിന്റെ അന്തരീക്ഷം ഇന്ന് പകൽ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവുകയാണ്. പ്രാപിച്ചോ. ഇന്ന് പകൽ തീ നിന്റെ അകത്ത് വരുമ്പോൾ, നിന്റെ വീടിനകത്തങ്ങോട്ട് കയറുമ്പോൾ നിരാശ, ഭാരം, ദുഃഖം, മരിച്ചാൽ മതി എന്ന ചിന്താഗതികൾ ഇന്ന് പകൽ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവുകയാണ്. ആ തീയുള്ളവൻ അകത്ത് കയറുമ്പോൾ, ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ആരംഭത്തിൽ തന്നെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകട്ടെ. അന്തരീക്ഷങ്ങളെ മാറണം. അന്തരീക്ഷം മാറാൻ പോകുക. നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറാൻ പോകുന്നു. നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറാൻ പോകുന്നു. ഈ ആരാധനയ്ക്കകത്ത് വരുമ്പോൾ മാത്രം സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. എന്നാൽ നിന്റെ വീട്ടിനകത്ത് ചെന്നാൽ മരിച്ചാൽ മതി, എന്തിനിങ്ങനെ ജീവിക്കണം, മരിച്ച ഒരു ശവത്തെ പോലെ, ഹല്ലേലൂയ, മനുഷ്യരുമായി ബന്ധമില്ലാതെ, ആരും മൈൻഡ് ചെയ്യാതെ, അംഗീകരിക്കാതെ പുറംപറമ്പിൽ കിടക്കുന്നവരായി, തള്ളപ്പെട്ടവരായിരിക്കുന്ന സഹോദര, സഹോദരി, നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ ആത്മാവ് മാറ്റാൻ പോവുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ പ്രാപിച്ചോ. ദൈവശക്തി നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം കൂടിയിരുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആ കൊടുങ്കാറ്റ് പോലെ കാറ്റ്. അസാധാരണമായ ഒരു ശബ്ദം, ഒരു കൊടിയ കാറ്റ്. ഇന്ന് പകൽ ചില കാറ്റുകൾ തകർക്കുന്നതാണ്. എന്നാൽ ദൈവാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് തകർക്കുന്നതല്ല, അത് പണിയുന്നതാണ്. പണിയുന്ന, പുതുതായി പണിയുന്ന, വ്യക്തികളെ പണിയുന്ന ഒരു അസാധാരണ അറ്റ്മോസ്ഫിയർ, അസാധാരണമായ അന്തരീക്ഷങ്ങളെ പരിശുദ്ധാത്മാവിന്റെ വീട്ടിനകത്ത് വെളിപ്പെടുത്താൻ പോകും. ഹല്ലേലൂയ. ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നതിന് മുമ്പ് ശബ്ദങ്ങൾ ഉണ്ടാകും. ഒരു ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നതിന് മുമ്പ് അസാധാരണമായ ഹുങ്കാര ശബ്ദങ്ങൾ ഉണ്ടാകും. ഒരു കൊടിയ കാറ്റടിക്കുന്ന ഒരു ശബ്ദം. മറ്റുള്ള ശബ്ദങ്ങളെക്കാൾ ഉപരിയായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൈവ ശബ്ദം, അത് കൊടിയ കാറ്റ് പോലെ വരികയാണ്. അന്തരീക്ഷം ചേഞ്ച് ആവുകയാണ്. കാറ്റിനകത്ത് നിന്നില്ല, ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ തീ ഇറങ്ങി വരികയാണ്. അടുത്തത് കാറ്റ് കഴിഞ്ഞാൽ ഒരു ശുദ്ധീകരണം. ഇന്ന് പകല് ചേഞ്ച് ആകുന്ന നിന്റെ മേൽ, നിന്റെ ശരീരങ്ങളെ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദുർഭൂതങ്ങളെ, പാരമ്പര്യങ്ങളെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യ സ്വഭാവങ്ങളെ, കുടുംബ മഹിമകളെ, ജാതി സ്പിരിറ്റുകളെ തകർത്ത് കളയുന്ന ദൈവത്തിന്റെ തീ, അത് നിന്നെ ശുദ്ധീകരിക്കും. അത് നിന്നെ പുതിയതാക്കി മാറ്റും. അത് നിന്റെ സ്വഭാവങ്ങളെ മാറ്റും. അത് നിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റും. അത് നിന്റെ നാവിനെ ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചേഞ്ച് ആവുകയാണ്. സീസണുകൾ, ഷിഫ്റ്റിങ്ങുകൾ സംഭവിക്കപ്പെടാൻ പോവുകയാണ്. വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുമ്പോൾ, ഷിഫ്റ്റിംഗ് നടന്നപ്പോൾ യെരൂശലേം ദേവാലയത്തിന്റെ അടുക്കൽ മാർക്കോസ് മാളിക മുറിക്കക മുകളില് ആത്മാവിന്റെ ഒരു പുതിയ ഷിഫ്റ്റിംഗ് സംഭവിക്കപ്പെടുകയാണ്. ഷിഫ്റ്റിംഗിനകത്ത്
ഹല്ലേലൂയ. കൊടിയ കാറ്റടിക്കുകയാണ്. ഷിഫ്റ്റിങ്ങിനകത്ത് അഗ്നിനാവുകൾ വെളിപ്പെടുകയാണ്. ഇരിക്കുന്ന സ്ഥലം ജനം മറക്കുകയാണ്. ഹല്ലേലൂയ. 120 പേരായിരുന്നത് അടുത്ത 3-ാമത്തെ അധ്യായമായപ്പോൾ 5000 മാറുകയാണ്. അതൊരു വലിയ ജനനത്തെ കൊണ്ടുവരികയാണ്. ഇതുവരെയും ജനിക്കപ്പെടാതെ ഡ്രൈ ആയി വരണ്ടിരുന്ന നിന്റെ ലൈഫ്, സമൃദ്ധിയില്ലാത്ത നിന്റെ ലൈഫ്, ഫലമില്ലാതിരുന്ന നിന്റെ ജീവിതത്തെ ഫലമുള്ളതാക്കി മാറ്റുന്ന ഒരു അഭിഷേകത്തിന്റെ പകർച്ച. ഹല്ലേലൂയ. ജീസസ് ജനനങ്ങളെ കൊണ്ടുവരാൻ പോകുന്നു. കൂട്ടമായ ആത്മാക്കളുടെ ജനനങ്ങൾ, കൂട്ട സ്നാനങ്ങൾ. ഹല്ലേലൂയ. നിന്റെ ബിസിനസ്സിനൊരു ജനനം, നിന്റെ സാമ്പത്തിക മേഖലകളിലൊരു ജനനം, നിന്റെ തലമുറ ഇല്ലാത്ത നിനക്ക് തലമുറ ഉണ്ടാകുന്ന, അല്ലെ വിവാഹം നടക്കാത്ത നിനക്ക് വിവാഹങ്ങൾ വെളിപ്പെടണമെങ്കിൽ ഈ അഭിഷേകം നിന്റെ അകത്ത് വ്യാപരിക്കണം. ഏത് വിഷയത്തിൽ നീ ഇന്ന് പകൽക്കാലം ഭാരപ്പെട്ടതിനകത്തിരിക്കുന്നുവോ അത് വെളിപ്പെട്ട് വരണമെങ്കിൽ മയിൽക്കുറ്റി പോലെ ഇരുന്നാൽ മരണം വരെ അവിടെ ഇരുന്ന് അവസാനം എടുത്ത് കുഴിയിലിടും. ഹല്ലേലൂയ. പക്ഷെ ചലിക്കുന്നവന്റെ അകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെട്ട ഒരു ജനനം സംഭവിക്കപ്പെടാൻ പോകുന്നു. ഒരു ജനനം സംഭവിക്കും. വരൾച്ച മാറും, പുഷ്ടി ഉണ്ടാകും. വരൾച്ച മാറും, പുഷ്ടി ഉണ്ടാകും. ഈ 2022 ആത്മാവർന്ന് പ്രതികരിക്കുന്ന വ്യക്തികളുടെ അകത്ത് വരൾച്ച മാറും, പുഷ്ടി ഉണ്ടാകും, ജീവൻ വ്യാപരിക്കും, ചലനമുണ്ടാകും. അഭിഷേക പകർച്ച. അഭിഷേകം നിന്നെ പുതുതാക്കാൻ പോകുന്നു. അഭിഷേകം നിന്റെ അകത്ത് ചില ജനനങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. അഭിഷേകം മനുഷ്യനെ മാറ്റുന്ന, അഭിഷേകം സംസാര ശൈലികളെ മാറ്റുന്നു. അഭിഷേകം അന്യഭാഷ നീ പറയുമ്പോൾ പഴയ നാളുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നതല്ല. ഫോഷ്കിന്റെ ആത്മാവ് മാറി ജീവന്റെ ആത്മാവ് വ്യാപരിച്ച് അന്യഭാഷകൾ നിന്റെ നാവിനകത്ത് തീ പോലെ ഇറങ്ങി ചീത്ത പറയുന്ന നിന്റെ നാവ് ഹല്ലേലൂയ അന്യഭാഷ പറയുന്ന നാവാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. പ്രാപിച്ചോ ഫയർ. അസാധാരണമായ തീ. ചില നാവുകൾ തീനാവായി മാറട്ടെ. ചില നാവുകൾ തീനാവായി മാറട്ടെ. യെസ് 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 യെസ്. റിസീവ് ദ ഫയർ. Receive the fire. Receive the fire. 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 Ramana parasha parapa. Reshe devoro. Reshi di parasha. Rekha parasha tha. Ribana parasha pa. ദൈവത്തിന്റെ തീ. Fire. 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 Fire, fire, fire. ഇന്ന് പകൽ ഷിഫ്റ്റിങ്ങിന് തയ്യാറായിക്കോ. നീ മനസ്സുകൊണ്ട് റെഡിയായാൽ നിന്റെ ലൈഫിൽ തീ ഇറങ്ങും. നീ മനസ്സുകൊണ്ട് റെഡിയാണെങ്കിൽ നിന്റെ അകത്ത് ഷിഫ്റ്റിംഗ് നടക്കും. നിന്റെ അകത്ത് ഷിഫ്റ്റിംഗ് നടക്കും. മാനസാന്തരത്തിന്റെ ഫലം ഉണ്ടാകും. ഷിഫ്റ്റിംഗ് പൈശാചിക മണ്ഡലങ്ങൾ ഇളകി പുറത്തു വന്ന് നിന്നെ കെട്ടിയ കെട്ടുകൾ പൊട്ടി നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും നിന്റെ അറ്റ്മോസ്ഫിയറും നിന്റെ അന്തരീക്ഷങ്ങളും മാറി നിന്നെ ചുഴലിക്കാറ്റ് പോലെ എടുത്ത് ഹല്ലേലൂയ സ്തോത്രം നിന്റെ സ്ഥാനഭ്രംശങ്ങൾ സംഭവിച്ച് രാജ്യങ്ങളുടെ മേൽ വലിച്ചെറിയുന്ന ഒരു അഭിഷേക പകർച്ച. ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിനെന്ന് അരുളി ചെയ്ത ദൈവം. ദാഹിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവേ. ദാഹമുള്ളവർ ദൈവ സാന്നിധ്യത്തിനകത്ത് കയറിയാട്ടെ. ദാഹമുള്ളവർ ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തിനോട് പ്രതികരിച്ചാട്ടെ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിശുദ്ധാത്മാവാണ്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ, നിന്റെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ തരുന്നത്, നിന്നെ നടത്തുന്നവൻ, നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്നവൻ, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്നവൻ ഹല്ലേലൂയ മനുഷ്യനല്ല, ആ പരിശുദ്ധാത്മാവാണ്. ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരുവേൻ. ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരുവേൻ. ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരുവേൻ. ദാഹമുള്ളവർ ഇന്ന് പകൽ പറഞ്ഞാട്ടെ. എന്റെ അകത്ത് ഒരു മാറ്റം സംഭവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവേ എന്നെ തൊടണമേ. പരിശുദ്ധാത്മാവാ നിന്നെ മാറ്റുന്നത്. കല്ലുപോലെ ഹൃദയമുള്ള നിന്നെ മെഴുകുപോലെ ഉരുക്കാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും.
നിന്റെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുവാൻ, നിന്റെ സാഹചര്യങ്ങൾ മാറുവാൻ, ദൈവത്തിന്റെ ഹൈലി ഫേവർ നിന്റെ മേൽ വെളിപ്പെടുവാൻ, നിന്നെ അലങ്കാരമാല കൊണ്ട് അണിയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ അത് നിന്റെ മേൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ്. വചനം പറയുകയാണ്, ദാഹിക്കുന്നവരൊക്കെ എന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതവിടെ സംഭവിച്ചത്. ദാഹിക്കുന്ന ഒരു കൂട്ടം പേര് കൂടി. അപ്പുറത്തെ യെരൂശലേം ദേവാലയത്തിനകത്തും ഒരു കൂട്ടം പേരുണ്ട്. അവിടെ ഉത്സവം നടക്കുകയാണ്. ഉത്സവം ആചരിക്കാൻ വേണ്ടി നടന്നു വരാ. ജാതികളെ പോലെ ഉത്സവത്തിന് വേണ്ടി വന്നവർ അപ്പുറത്തുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി, നേർച്ചകളും കാഴ്ചകളുമായി ലക്ഷക്കണക്കിന് ജനങ്ങൾ പുണ്യസ്ഥലമെന്ന് കരുതി ആലയത്തിനകത്ത് വന്ന് നേർച്ച കാഴ്ചകളും യാഗങ്ങളും സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാഹമുള്ള, ദൈവമായിട്ട് ബന്ധമുള്ള, വർഷത്തിലൊരിക്കൽ ദൈവത്തെ കാണാൻ വരുന്ന പാരമ്പര്യ ക്രിസ്ത്യാനികൾ അപ്പുറത്ത് ആരാധിക്കുമ്പോൾ ദാഹമുള്ള ഒരു കൂട്ടം പേര് ചുരുക്കമായി ഒരു സ്ഥലത്തൊന്ന് കൂടി. ആ കൂടിയവരുടെ ഇടയിലാണ് ജീവിക്കുന്ന ദൈവം ഇറങ്ങി വന്നത്. ദാഹിക്കുന്നവരുടെ അടുക്കൽ ഇറങ്ങി വരുന്നവനാ ദൈവം. ദാഹമില്ലാത്തവന്റെ അടുക്കൽ ഇറങ്ങി വന്ന നിന്നെ പിടിച്ച് കുലുക്കി റെഡിയാക്കാൻ ദൈവത്തിന് സമയമില്ല. ചലിക്കുന്നവന്റെ കൂടെ ചലിക്കുന്നവനാ ദൈവത്തിന്റെ പ്രവൃത്തി. അന്ത്യകാലത്തിന് ഉണർവ് നിന്റെ ലൈഫിലും കുടുംബത്തിനകത്ത് നടക്കണമെങ്കിൽ, നീ എടുത്ത ബൈബിളും കൊണ്ട് നടക്കുമ്പോൾ നീ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ അകത്ത് വേണം. പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുന്ന വ്യക്തിയായി നീ മാറണം. ആത്മാവിനാൽ നിറയപ്പെട്ടവന് മാത്രമേ ചരിത്രങ്ങളെ സൃഷ്ടിക്കാൻ പറ്റത്തുള്ളൂ. അവന് മാത്രമേ ചേഞ്ച് ആകാൻ പറ്റത്തുള്ളൂ. അവന് മാത്രമേ ഷിഫ്റ്റിംഗ് നടക്കത്തുള്ളൂ. അവൻ മാത്രമേ മുൻപന്തിയിൽ വരത്തുള്ളൂ. അവന് മാത്രമേ പ്രതികൂലങ്ങളുള്ളൂ. പക്ഷെ അവന് മാത്രമേ വഴികളുമുള്ളൂ. ഇന്ന് പകല പ്രതികൂലങ്ങൾ കാണാം, വിഷയങ്ങൾ കാണാം. പക്ഷേ സ്വർഗം തുറന്നിറങ്ങണമെങ്കിൽ അഭിഷേകമുള്ളവന്റെ അടുക്കലേ അത് ഇറങ്ങത്തുള്ളൂ. അഭിഷേകമുള്ളവന് വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ അഭിഷേകമുള്ളവന് സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് കാണാൻ സാധിക്കും. ഇന്ന് പകൽ അഭിഷേകമുള്ളവന് മാത്രം ചരിത്രങ്ങളെ മാറ്റുന്ന സ്വർഗം അവിടെ മാത്രമേ തുറക്കത്തുള്ളൂ. യെസ്, ദാഹമുള്ളവന്റെ മുമ്പിൽ മനുഷ്യരല്ല വെള്ളം കൊടുക്കുന്നത്, സ്വർഗം തുറന്ന് വെള്ളം തരാൻ പോയ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ലൈഫിൽ ദാഹമില്ല. നമ്മൾ മരവിച്ച മനസ്സുമായി പ്രശ്നങ്ങളും കൊണ്ട് നിറഞ്ഞവരായി, ഹല്ലേലൂയ, സ്തോത്രം, ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം ഓടി കിതച്ച് വന്നിരുന്ന സമയം 1-2 മണിക്കൂർ ഇരുന്നിട്ട് പോകാൻ വന്നവർ ഇതിനകത്തുണ്ട്. എന്നാൽ ഇന്ന് എന്നിട്ട് അതേപോലെ മടങ്ങി വീട്ടിൽ ചെന്ന് പെട്ടെന്ന് തന്നെ മൊബൈൽ ഫോൺ എടുത്ത് തൻ്റെ വേറൊരു ലോകത്തോട്ട് അന്ധകാരത്തിൽ കയറുന്ന വ്യക്തികളാണ് ഇതിനകത്ത് പലരും ഇരിക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് പകൽ നീ മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കണം. മാനസാന്തരത്തിന്റെ ഫലം നിന്റെ അകത്ത് വരണമെങ്കിൽ ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകൾ എത്രയോ പ്രാവശ്യം കേട്ട മെസ്സേജുകൾ എത്രയോ കേട്ടിരിക്കുന്നു. യൂട്യൂബിനകത്ത് കയറി എത്ര മെസ്സേജ് കേൾക്കാം, ഫേസ്ബുക്കിനകത്ത് കയറി എത്ര മെസ്സേജ് കേൾക്കാം. ആരെല്ലാവരുടെ മെസ്സേജുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ മാനസാന്തരം ഇല്ല. നീ ഭാഷന്മാരെ കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഇന്ന് ഈ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിന്റെ തീ നിന്റെ അകത്ത് വന്ന് വീഴും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടും. നിന്റെ പ്ലാനുകളെല്ലാം പൊളിയാൻ പോവുകയാണ്. മനുഷ്യന്റെ പ്ലാനുകളെ പൊളിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യന്റെ പ്ലാന് പൊളിക്കുന്നതാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ പരിപാടി. ഹല്ലേലൂയ. പത്രോസിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം ശിഷ്യന്മാരെല്ലാം കൂടെ ചെന്ന് അവനവന്റെ റൂമുകളിലൊക്കെ പോയിരുന്നു ഒളിച്ചിരിക്കുകയാണ്. യോഹന്നാനും പത്രോസും എല്ലാവരും ചെന്ന് ഒളിച്ചങ്ങിരിക്കുകയാണ്. അവരുടെ ഒരു പ്ലാൻ ഇട്ടു, മീൻ പിടിക്കാൻ പോവാ. 3.5 വർഷക്കാലം പ്രൈസ് ദി ലോർഡ് നമ്മൾ യേശുവിന്റെ കൂടെ നടന്നു. പെട്ടെന്ന് പുള്ളി അപ്രത്യക്ഷനായി. ക്രൂശിച്ചു. ഇനി നമ്മളെയും പിടിച്ച് ക്രൂശിക്കും. അതുകൊണ്ട് നമ്മൾ പുള്ളിയുടെ കൂടെ ഉള്ളവരല്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? പത്രോസ് കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞ് സിറ്റ് ചെയ്ത്
നമ്മൾ എന്തായിരുന്നാലും 3-3.5 വർഷം സൂചിച്ചങ്ങ് ജീവിച്ച് പുള്ളിയുടെ കൂടെ നടന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു. കർത്താവിന്റെ കൂടെ നടന്ന എല്ലാ കാര്യവും നടക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടെ നടക്കുന്നതിന് ഒന്നിനും ഒരു കുറവ് കാണത്തില്ല. ദൈവത്തിന്റെ പ്രൊവിഷൻ അവന്റെ മേൽ വരും. അപ്പൊ കൂടെ ഉള്ള നടപ്പങ്ങ് അവസാനിച്ചപ്പോൾ പിന്നെ അവര് പറയുകയാണ്, നമുക്ക് പണ്ടത്തെ പോലെ മീൻ പിടിക്കാൻ പോകാം. പിന്മാറ്റത്തിൽ പോയാൽ ആദ്യത്തിനേക്കാളും കഷ്ടമാണ്. ഹല്ലേലൂയ. അങ്ങനെ അവന്റെ പ്ലാൻ, പത്രോസിന്റെ പ്ലാൻ അനുസരിച്ച് കൂടെയുള്ളവരെ കൊണ്ട് മീൻ പിടിക്കാൻ പോകുമ്പോൾ ആ പ്ലാന് പൊളിക്കാൻ ദൈവം ഇറങ്ങി വന്നു. നിയോഗമുള്ളവന്റെ പ്ലാനുകളെല്ലാം ദൈവം പൊളിക്കും. ദൈവത്തിന് വിളിയുള്ള ദൈവം തിരഞ്ഞെടുത്ത ചിലരുടെ ചില മാനുഷിക പ്ലാനുകളെ പരിശുദ്ധാത്മാവ് പൊളിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചില ദൈവത്തിന്റെ നിയോഗത്തിനകത്ത് കയറ്റുന്ന ഒരു സീസണാണിത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാ കർത്താവ് ഇറങ്ങി വന്നിട്ട് പത്രോസിനോട് ചോദിച്ചു, ഒരു പൊടി മീനെങ്കിലും നിനക്ക് കിട്ടിയോ? ഇല്ല. വീണ്ടും വലത്ത് ഭാഗത്ത് വല ഇറക്കാം. ഹല്ലേലൂയ. നിന്റെ പ്ലാൻ എല്ലാം ഞാൻ പൊളിക്കാം, നീ കൊണ്ടുപോവാ. ചുട്ട് ആ മീന് കൊണ്ടുവന്ന് അതിനെ ചുട്ട് എല്ലാവർക്കും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ പത്രോസിനോട് പറയുകയാണ്, നീ എന്റെ സന്നിധിയിൽ കാത്തിരിക്കണം. പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച, പ്രൈസ് ദി ലോർഡ്, അവന്റെ ഹൃദയത്തിനെ മാറ്റി അവന്റെ പ്ലാനുകളെ തകർത്ത്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ഒറ്റ നിമിഷം കൊണ്ട് വീണ്ടും അപ്പോസ്തലിക അഭിഷേകത്തിനകത്തോട്ട് ദൈവം കയറ്റുകയാണ്. നീ എത്ര ദൈവത്തിൽ നിന്നും പിന്മാറ്റ അവസ്ഥയിൽ പോയാലും, നീ എവിടെ പോയാലും, എങ്ങനെയൊക്കെ മാറി നിന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, കൂടെയുള്ള സഹോദരങ്ങളോട് പിണങ്ങി മാറി നിന്നാലും, സഹോദരങ്ങളോട് പിണങ്ങിയാലും, സഭയോട് പിണങ്ങി നിന്നാലും, ചർച്ച വിട്ടുപോയി മാറി പഴയതിലോട്ട് പോകാമെന്ന് വിചാരിച്ചാലും, നിന്നെ വിടാത്ത ദൈവത്തിന്റെ സ്നേഹം, നിന്നെ തേടി വരുന്ന യേശുവിന്റെ സ്നേഹം, നിന്നെ പിൻപറ്റി വരുന്ന ദൈവത്തിന്റെ സ്നേഹം, നിന്നെ ഫോളോ ചെയ്യുന്ന യേശുവിന്റെ സ്നേഹം, ആരുമായിട്ടൊരു ബന്ധം വേണ്ടെന്ന് നീ പറഞ്ഞാലും ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നിന്റെ എല്ലാ പ്ലാനുകളെയും പരിശുദ്ധാത്മാവ് തകർത്തിട്ട് ദൈവ നിയോഗത്തിനകത്തോട്ട് ദൈവം നിന്നെ കയറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ മനുഷ്യന് ഭയങ്കര പ്ലാനുകളാണ്. ഹല്ലേലൂയ. മനുഷ്യൻ, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ, എനിക്ക് എൻ്റെതായ ഒരു പ്ലാന് കാണും. എല്ലാ മനുഷ്യനും അതുകൊണ്ട് ഓരോ പ്ലാന് നമ്മളങ്ങ് അതങ്ങനെ ചെയ്യാം, ഇതിങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നമ്മളെ കുറിച്ചൊരു പ്ലാന്, നമ്മുടെ ചുറ്റുമുള്ള അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കോ മറ്റുള്ളവർക്കോ നമ്മളെ കുറിച്ചൊരു പ്ലാന്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ പ്ലാനുകളെല്ലാം പൊളിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എപ്പോഴും പൊളിക്കുന്ന ദൈവമാണ്. ആദ്യം പൊളിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ പ്ലാനും, നമ്മുടെ എല്ലാ ചിന്താഗതികളും, നമ്മുടെ എല്ലാ ലൈഫ് സ്റ്റൈലുകളും, നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന, ആഗ്രഹിച്ച് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും പൊളിക്കുന്നതാണ് ദൈവത്തിന്റെ പരിപാടി. ഹല്ലേലൂയ, സ്തോത്രം. മോവാബിയ സ്ത്രീയായ രൂത്തിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് വലിയ അത്ഭുതമാണ്. മോവാബി കടന്നതാ. നവോമിയുടെ മക്കളെല്ലാം വിവാഹം കഴിച്ച് അവിടെ അവർ കൂടിയതാ. മോവാബിനകത്ത് ഒരു സ്ത്രീ, ജാതീയ സ്ത്രീയാ. അവളെ സംബന്ധിച്ച് നവോമിയുടെ മകനെ കല്യാണം കഴിച്ച് തലമുറയായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് പ്ലാൻ പൊളിഞ്ഞു പോയി. സ്തോത്രം, ഹല്ലേലൂയ. ചില വേദനകൾ, ചില അപ്രതീക്ഷിതമായ വേർപെടലുകൾ, ചില അപ്രതീക്ഷിതമായ തകർച്ചകൾ, ഹല്ലേലൂയ, ചില വഴി അടയുന്ന അനുഭവങ്ങൾ, ചില വേലി കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥകൾ, ഇതൊക്കെ നന്മയ്ക്കായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പെട്ടെന്നൊരു മരണം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ മരണം സംഭവിച്ചത്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, രൂത്തിന്റെ ഭർത്താവ് മരിച്ചു, നവോമിയുടെ 2 മക്കൾ മരിച്ചു. മോവാബ് എന്ന് പറയുന്ന ദേശം വിട്ട് തന്റെ അമ്മയുടെ കൂടെ രൂത്ത് വരുമ്പോൾ മറ്റുള്ള കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ സഞ്ചരിക്കാൻ താല്പര്യമില്ലാത്ത കാലഘട്ടമാണല്ലോ അന്നും ഇന്നും. അത് ഇപ്പോഴും മാത്രമല്ല, അന്നും അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മ മരിക്കാൻ വേണ്ടി താല്പര്യമാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ സഹോദരിമാർ നമ്മളടുത്ത് വന്ന്, എൻ്റെ അമ്മച്ചി ഒന്ന് തട്ടിപ്പോയി കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, എൻ്റെ അമ്മയുടെ ദേശം എൻ്റെ ദേശം, എൻ്റെ അമ്മയെ അടക്കുന്ന സ്ഥലത്ത് എന്നെ അടക്കണം. അമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവം. ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറയുന്ന സ്ത്രീകളുണ്ടെങ്കിൽ 1000 ഒരു മോതിരം വാങ്ങിച്ചിട്ട് കൊടുക്കും, 1 പവന്റെ മോതിരം വാങ്ങിച്ചിട്ട് കൊടുക്കുകയായിരുന്നു.
അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ 1 2 പവന അങ്ങനെ വാങ്ങിച്ചു കൊടുക്കായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ രൂത്ത് അങ്ങനെയല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൾ പറഞ്ഞത് ഞാനും വരുന്നു, അമ്മാവി മോഷ്ടിക്കുന്നു, ഞാനും നിന്റെ ദേശത്ത് വരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു, എല്ലാം മരണങ്ങൾ നടന്നു, ഒന്നുമില്ല, ശൂന്യമാണ്. അമ്മാവി അമ്മയുടെ കൂടെ വന്നു. അമ്മാവി അമ്മ പറഞ്ഞു, മോളെ നമ്മള് രണ്ടുപേരും ഇങ്ങനെ നമുക്ക് ജീവിക്കാം. ഇതാണ് അവളുടെ പ്ലാന്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും സുഭിക്ഷിതമായ ആഹാരം കഴിച്ച് മുന്നോട്ട് പോകണം, അതിന് വയലിൽ പോകണം, ജോലി ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ അതല്ലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകല് നിന്റെ പ്ലാനുകളെല്ലാം ദൈവം തകർക്കാൻ പോകുക കേട്ടോ. നിന്റെ ഉണക്ക പ്ലാനുകളെല്ലാം ദൈവം തറക്കും. നീ കാലായം പറക്കി കറ്റയും മെതിച്ച് നടക്കാൻ വ്യക്തിയല്ല. നിന്നെ ഒരു രാജകീയ വംശം നിന്റെ അകത്ത് നിന്ന് പുറത്തു വരുവാൻ, ഒരു വാഗ്ദത്ത സന്തതി നിന്റെ അകത്ത് നിന്ന് പുറത്തു വരുവാൻ, നീ ജാതീയ മേഖലകളിൽ ജീവിച്ച നിന്നെ, ജാതിയായിരുന്ന നിന്നെ ഒരു ദൈവഭവനത്തിനകത്ത് ബോവസിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ആ വയലിനകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ നിന്റെ പ്ലാനുകൾ പൊളിയാൻ പോവുകയാണ്. ഈ നാളുകളില് ആത്മാവ് വിളിച്ചു പറയുന്നു, ഒരു വാഗ്ദത്ത സന്തതി നിന്റെ അകത്ത് നിന്ന് വെളിപ്പെടാൻ പോവുകയാണ്. നീ സ്വപ്നം കാണാത്ത, നീ ചിന്തിക്കാത്ത മേഖലകളില് ഒരു വയലിനകത്ത് കാലാവറക്ക് ഞാൻ നടന്നോളാം, ജീവിച്ചോളാം, ഞാൻ ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്ത് ചെറിയ പ്രാർത്ഥനയും ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് നടന്നോളാം എന്ന് പറയുന്ന പ്ലാനുകളെ ദൈവാത്മാവ് പൊളിച്ച്, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം ആദ്യത്തെ അധ്യായത്തിനകത്ത് ഒരു സ്ത്രീ രത്നമാക്കി നിന്നെ മാറ്റാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഒരു ജാതിക സ്ത്രീയാ. അവൾ ചിന്തിച്ചത് ഒരു വയലിലെ കാലവറക്കി ജീവിക്കാനാ. പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ അതല്ലായിരുന്നു. ദൈവം ബോവസിന്റെ വയലിൽ അവളെ വിട്ടു. ബോവസിന്റെ ഹൃദയം അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഇവളെ വിവാഹം കഴിച്ച് ഇവളിൽ നിന്നും ഒരു തലമുറ വരികയാണ്. ആ തലമുറയാണ് യേശു ക്രിസ്തു എന്ന തലമുറ, ഒരു രാജകീയ തലമുറ. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിനെ ആ തലമുറയെ ഉളവാക്കാൻ മോവാബിൽ നിന്നൊരു സ്ത്രീയെ, ഇസ്രായേലിൽ ഇത്രയും സ്ത്രീകൾ ഉണ്ടായിട്ടും മോവാബിൽ നിന്നൊരു ജാതീക സ്ത്രീയെ കൊണ്ടുവന്ന് ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ദൈവത്തിന്റെ പ്ലാന് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിന്നെ പലരും മുമ്പന്തിയിൽ നിൽക്കുമ്പോൾ ചില ജാതികളെ ദൈവം ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. പാരമ്പര്യം പറയുന്ന, പാരമ്പര്യ മഹിമ പറയുന്നവർ ഇരിക്കുമ്പോൾ ചില ജാതികളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. നിയോഗത്തിനകത്തുനിന്ന് കയറ്റുന്ന ഒരു പരിപാടി. ചിലതൊക്കെ ചില കണ്ടുമുട്ടലുകൾ ചില നിയോഗമാണ്. ചില സഭയ്ക്കകത്ത് നീ കയറി വന്നിരിക്കുന്നത് ചില ദൈവ നിയോഗമാണ്. ഒരു വിശ്വാസിയായിട്ട് വന്നിരിക്കാൻ വേണ്ടി അകത്ത് കയറുന്ന നിന്നെ ലീഡറാക്കി, പാസ്റ്ററാക്കി, അപ്പോസ്റ്റലാക്കി മാറ്റുന്ന നിയോഗത്തിന്റെ ഒരു കയറലാണിത്. അതാ അങ്ങനെ ഒരു ഇരിപ്പാണിത്. ഹല്ലേലൂയ. ഇതൊരു നിയോഗമാണ്, ചരിത്രമാണ്. നമ്മുടെ പ്ലാനുകളെ ദൈവം തകർക്കാൻ പോകുന്നു. ദൈവത്തിന്റെ പ്ലാൻ നിന്റെ മേൽ വെളിപ്പെടാൻ പോയ. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദ് എന്ത് ചെയ്തു? ദാവീദിന്റെ മേലെ നിയോഗം വരികയാണ്. പുള്ളിയോട് ദൈവം പറഞ്ഞു ഒരു രാജാവായി മാറും. പക്ഷേ എല്ലാ ദിവസവും രാവിലെ കാട്ടിനകത്ത് പോകുന്ന ദാവീദിന്റെ ലൈഫിൽ ഒരു ദിവസം അപ്പം പറഞ്ഞു, ഭയങ്കര യുദ്ധം നടക്കുകയാണ്. ഒരു ഫിലിസ്ത്യൻ വന്ന് ഭയങ്കര വെല്ലുവിളി നടത്തുന്നു. ഗോലിയാത്ത് എന്ന അവന്റെ പേര്. ഹല്ലേലൂയ. നിന്റെ ജ്യേഷ്ഠന്മാരൊന്നും ആഹാരം പോലും കഴിക്കാതെ അവിടെ നിൽക്കുക. പ്രശ്നം വന്നിട്ട് വരുമ്പോൾ ആഹാരം പിടിയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പൗലോസും ദാവീദും ഒന്നും അങ്ങനെയല്ല. ആത്മനിറവുള്ളവന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കപ്പൽ തകരാൻ പോവുക, മരിക്കാൻ പോവുക. എന്തായിരുന്നാലും മരിക്കും. ഉള്ളതെല്ലാം നല്ല ഇതിൽ ഫുഡൊക്കെ കഴിച്ച് മരിക്കാന്ന് പറഞ്ഞ് പൗലോസ് അങ്ങ് കഴിക്കുക. ജാതികളുടെ സ്വഭാവമാണ്. വിഷയം വന്ന, പിണക്കം വന്ന, പ്രശ്നം വന്ന ആദ്യം ഫുഡ് അങ്ങ് ഉപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ യുദ്ധകളത്തിനകത്ത് നിൽക്കുന്നവർക്ക് ആർക്കും ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല. കാരണം ഈ ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അപ്പം പറയുന്നത്, മോനെ നീ എന്നും രാവിലെ ആടിനെ മേയ്ക്കാനാണല്ലോ പോകുന്നത്, ഇന്ന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ ആരുമില്ല. ചില നിയോഗം. ആരുമില്ലാത്ത സ്ഥലത്ത് നിന്നെ ചിലത് ഏൽപ്പിക്കുമ്പോൾ അതൊരു നിയോഗമായി. അപ്പൻ വിചാരിച്ചില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങൾ വിചാരിച്ചില്ല.
രാജാവ് വിചാരിച്ചില്ല. ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ ആരും വിചാരിച്ചില്ല ഈ ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോകുന്നത് ഒരു വലിയ വഴിത്തിരിവായി മാറുമെന്നും ഒരു രാജ്യത്തിലെ രാജാവാക്കി മാറ്റാനുള്ള ഒരു ഡോറ് തുറക്കാൻ വേണ്ടി ദൈവത്തിന്റെ ഒരു ചെറിയ ബുദ്ധി, ചെറിയ പ്ലാനാണിത്. ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്ന സഹോദര സഹോദരി, നീ വേറെ എവിടെയോ പോയിരിക്കേണ്ടവനാ. പക്ഷേ ഇന്ന് പകൽ ഒരു റൂട്ട് മാറ്റി നിന്നെ സഭയ്ക്കകത്ത് കയറ്റിയെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്, ഒരു രാജകീയമായ പ്ലാനുണ്ട് നിന്റെ ചരിത്രം മാറ്റാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. ദാവീദ് ഫുഡും കൊണ്ട് ചെന്നതാ. സഹോദരന്മാര് അവന്റെ വരവ് കണ്ടപ്പോഴേ അഹങ്കാരവും നികളവും പിടിച്ച് ഒരുത്തം വരുന്നു. സ്തോത്രം. ഫുഡും കൊണ്ട് കൊടുത്തിട്ട് പോ, നിന്റെ വാചകോടിയൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അവര് പരിഹസിച്ച് ഓടിച്ചു വിടാൻ ശ്രമിക്കുക. പക്ഷേ ആ ഫുഡ് കൊണ്ട് കൊടുക്കുന്നത് ഒരു വലിയ ചരിത്രമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ശൗല് വിളിച്ചിട്ട് പറഞ്ഞു, ദാവീദേ, നിനക്ക് അവനെ തോൽപ്പിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ എന്റെ പടച്ചട്ടയും എന്റെ വാളും ഒക്കെ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. അത് ഇട്ടുകൊണ്ട് നടക്കാൻ നോക്കിയിട്ട് നടക്കാൻ പറ്റുന്നില്ല, കാരണം പരിചയമില്ലാത്ത കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇതുവരെ ഞാൻ പരിചയിക്കാത്ത കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. സ്തോത്രം. നിന്റെ പടച്ചട്ടയും നിന്റെ വാളും നിന്റെ ഇതൊന്നും എനിക്ക് വേണ്ട. പ്രൈസ്. ദൈവം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ചില കല്ലുകളുണ്ട്, അത് മതി. സ്തോത്രം, ഹല്ലേലൂയ. പാരമ്പര്യമായി നിന്റെ അകത്തോട്ട് നിന്നിലേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന അല്ല പഴയകാല പാരമ്പര്യ ആരാധനകളല്ല നിനക്ക് ആവശ്യം. നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ചില പുതിയ കൃപയുണ്ടല്ലോ, ചില ചെറിയ കൃപാവരങ്ങൾ. ഇന്ന് പകൽ നിന്റെ ചരിത്രം മാറ്റാൻ അത് മതിയാകും. പാരമ്പര്യം നിന്റെ അകത്ത് അടിച്ചേൽപ്പിക്കാൻ നിന്റെ അപ്പനും അമ്മയും മരിച്ചാൽ ഒരടക്കം വേണം എന്ന് പറഞ്ഞ് നിന്നെ പിടിച്ചിടാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് പകൽ നീ പറയണം, പാരമ്പര്യത്തിനകത്ത് കിടക്കാനല്ല, അതും ഇട്ടുകൊണ്ട് നടക്കാനല്ല ദൈവം വിളിച്ചത്. എനിക്കൊരു രാജകീയ വിളിയുണ്ട്. അപ്പനെ പോലെ ചർച്ചിനകത്ത് ചെന്നിരുന്ന് സ്തോത്രക്കാഴ്ചയെടുത്ത് കമ്മറ്റിക്കകത്ത് അടിയും കൂടി മരിക്കാനും ശപിക്കപ്പെടാനല്ല. എന്റെ ദൈവം എന്നെ വിളിച്ചത് ശുശ്രൂഷയ്ക്ക, ആത്മാക്കളെ നേടാനാ. എനിക്കൊരു ചരിത്രമുണ്ട്. എന്റെ കർത്താവിന്റെ ചരിത്രം വെളിപ്പെടുത്താൻ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരികയാണ്. ഒരു രാജകീയ അഭിഷേകം എനിക്ക് പ്രാപിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരും തരുന്ന പടച്ചട്ട നീ അണിയരുത്. മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന ആരാധന ക്രമങ്ങളല്ല. ഒരു പുതിയ ആരാധന, ഒരു പുതിയ ശുശ്രൂഷ, ഒരു പുതിയ അഭിഷേകം ഇന്ന് പകൽ നിന്റെ അകത്ത് കത്തട്ടെ. ഹല്ലേലൂയ. നിയോഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. യുദ്ധക്കളത്തിനകത്ത് വെച്ച് ചരിത്രം മാറുകയാണ്. ഒറ്റ എറിയില് ഒരാൾ തട്ടിപ്പോയി. വലിയ വാൾ, ഇവിടുന്ന് അവിടെ നിന്ന് നീളമുള്ള വാളുള്ളവരെല്ലാവരും അവിടെ ഇരുന്നു. വലിയ പടച്ചട്ടയും അമ്പും വില്ലും കുടച്ചക്രം ഉള്ളവരെല്ലാവരും അവിടെ നിന്നപ്പോൾ ഒരു കൊച്ചു പയ്യൻ വന്ന കല്ലെടുത്ത് യഹോവയുടെ നാമം പറഞ്ഞ് ഒരൊറ്റ എറി. പ്രൈസ് ദി ലോർഡ്. ആർക്കും സാധിക്കാത്തത് കൊച്ചു പിള്ളേർക്ക് സാധിക്കും. പാരമ്പര്യം പറയുന്ന, അതിമാനുഷ്യം പറയുന്ന, ഞാൻ എന്റെ എന്ന് പറയുന്ന സകലരും നോക്കി നിൽക്കേ. പ്രൈസ് ദി ലോർഡ്. പട്ടണങ്ങളെ പിടിക്കാൻ, പ്രൈസ് ദി ലോർഡ്, പട്ടണങ്ങളെ പിടിക്കാൻ, ലക്ഷക്കണക്കിന് ജനങ്ങളെ നേടാൻ, പ്രൈസ് ദി ലോർഡ്, പട്ടണങ്ങളെ പിടിച്ചടക്കുവാൻ, ദേശങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ ദൈവം നിന്നെ മറ്റുള്ളവർ നിസ്സാരമായി എണ്ണുമ്പോൾ ഒരു ചെറിയ ബാലൻ, ഇന്നലെ വന്നവൻ, ആടിനെ മേച്ചോണ്ട് കാട്ടിനകത്ത് നടന്നവൻ, പക്ഷേ നിനക്ക് തെറ്റിപ്പോയി. അവന്റെ അകത്ത് ആത്മാവുണ്ട്, അഭിഷേകമുണ്ട്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുണ്ട്, ദൈവ വിളിയുണ്ട്. ഇന്ന് പകൽ അവൻ മുഖാന്തരം ഒരു പട്ടണത്തിന്, രാജ്യത്തിന് നടക്കാത്ത ചില വലിയ കാര്യങ്ങൾ നിന്നിലൂടെ ദൈവം ചെയ്യാൻ. യെസ്. ചരിത്രം മാറാൻ പോവുക. ചെറുതെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, ചെറിയവനെന്ന് പറഞ്ഞ്, കുടുംബത്തിൽ കുലത്തിനകത്ത് നിസാരമായി നിന്നെ കാണുന്നവരുടെ നടുവിൽ എന്റെ ദൈവം നിന്നെ രാജകീയ അഭിഷേകത്തോടെ നീ ഒരു വലിയ മുന്തിരിവള്ളിയായി നിന്റെ ഭവനത്തിൽ പടർന്നു കിടക്കാൻ പോവുകയാണ്. നിന്നെ കളഞ്ഞവർ, ഉപേക്ഷിച്ചവർ, തള്ളിക്കളഞ്ഞവർ നിന്നെ രാജാവായി, ദൈവമായി അംഗീകരിക്കാൻ പോവുകയാണ്. നീ അവർക്ക് ദൈവമായി മാറാൻ പോകുന്നു. നീ അവർക്ക് രാജാവായി മാറാൻ പോകുന്നു. ഹല്ലേലൂയ, ജീസസ്.
നിന്നെ ഒരു രാജാവാക്കി മാറ്റാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നിയോഗം വെളിപ്പെടാൻ പോകും. പ്ലാന് മാറാൻ പോകും. പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്ന കരം കൊടുത്ത പ്ലാനുകൾ മാറാൻ പോകും. നിന്റെ പ്ലാനുകൾ മാറാൻ പോകുന്നത്. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് ശക്തമായി പറഞ്ഞ നിന്റെ പ്ലാൻ എല്ലാം പൊളിയാൻ പോവുക. നിന്റെ പ്ലാനുകൾ പൊളിയാൻ പോവുക. ഒരു ഗവൺമെന്റ് ജോലി മാത്രം കിട്ടിയാൽ മതി, ഒരു പിയൂണ് മതി എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കും. നിന്റെ പ്ലാന് പൊളിയാൻ പോവുക. ഒരു പിയൂണിനെയും കിട്ടത്തില്ല. അഭിഷിക്തം വന്ന് നിന്റെ തലമുറയെ കെട്ടാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഗവൺമെന്റിന്റെ ജോലിയുള്ളവനെ കൊണ്ട് എന്റെ തലമുറയെ കെട്ടിക്കുമെന്ന് പറയുന്ന വ്യക്തിയോട് ആത്മാ പറയുക, നിന്റെ തലമുറയെ കെട്ടാൻ പോകുന്നത് അഭിഷിക്തനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പ്ലാന് പൊളിയാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന ജോലിക്ക് വേണ്ടി ഞാൻ പഠിക്കാൻ പോവാ. നിന്റെ പ്ലാന് പൊളിയാൻ പോവുക. MBBS ഞാൻ എടുക്കാൻ പോകുന്നു, എഞ്ചിനീയർ ആകാൻ പോകുന്നു. എന്റെ തലമുറയെ അവിടെ വിടാൻ പോകുന്നു, ഇവിടെ വിടാൻ പോകുന്നു. പ്ലാനുകൾ പൊളിയാൻ പോവുക. സകല മനുഷ്യന്റെ പ്ലാന് പൊളിഞ്ഞു മാറട്ടെ. നിന്റെ തലമുറയെ കുറിച്ചുള്ള നിന്റെ പ്ലാന് പൊളിയട്ടെ. അത് പൊളിഞ്ഞടുങ്ങാൻ പോവുകയാണ്. നിന്നെ കുറിച്ചുള്ള നിന്റെ പ്ലാന് പൊളിയാൻ പോവുകയാണ്. നെടുമങ്ങാടിന്റെ ഏതെങ്കിലും കോണിൽ താമസിച്ച് മരിക്കാമെന്നുള്ള നിന്റെ പ്ലാന് പൊളിയാൻ പോവുകയാണ്. ചർച്ചിനകത്ത് ഏതെങ്കിലും മൂലയിൽ വന്ന് ഇരിക്കാമെന്നുള്ള നിന്റെ പ്ലാന് പൊളിയാൻ പോവുകയാണ്. ഇന്ന് പകൽ നിന്റെ പ്ലാനുകൾ പൊളിയുന്നു. നിന്റെ ചരിത്രം മാറുന്നു. നീ ഷിഫ്റ്റിങ്ങിലോട്ട് മാറുകയാണ്. നിയോഗങ്ങൾ നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. പ്ലാനുകൾ പൊളിയട്ടെ. പ്ലാനുകൾ പൊളിയട്ടെ. സകല പ്ലാനുകളും പൊളിയട്ടെ. മനുഷ്യന്റെ പ്ലാനുകൾ, അപ്പന്റെ പ്ലാനുകൾ, അമ്മയുടെ പ്ലാനുകൾ, ചരിത്രം ഒരു സംഭവമായി മാറാൻ പോകുന്നു. യെസ്, നിന്റെ തലമുറയെ കുറിച്ച് മാതാവിന്റെ പ്ലാനുകൾ പൊളിയുന്നു. പിതാവിന്റെ പ്ലാനുകൾ പൊളിയുന്നു. നിന്റെ തലമുറ ഇന്റർനാഷണലി കയറാൻ പോവുകയാണ്. വേൾഡ് വൈഡ് ഗ്ലോബൽ മിനിസ്ട്രിക്കായി ദൈവം ചിലരെ ഇന്ന് പകൽ നിന്റെ തലമുറയെ ദൈവം അഭിഷേകം ചെയ്യട്ടെ. അഭിഷേകം ചെയ്യട്ടെ. In Jesus name. പ്ലാനുകളെ പൊളിക്കും. യെസ്, പ്ലാനുകൾ പൊളിയും. മനുഷ്യന്റെ ഗൂഢമായ പ്ലാനുകൾ, ഗൂഢപദ്ധതികൾ, പ്ലാനുകൾ, പദ്ധതികൾ ഇന്ന് പകൽ അന്ത്യകാല ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവൃത്തി ഇപ്പോൾ നിന്നെ നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ചില ഗൂഢാലോചനകളെ, ചില പ്ലാനുകളെ, ദൈവസഭയ്ക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ഗൂഢാലോചനകളെ, ചില പ്ലാനുകളെ, പദ്ധതികളെ ഇന്ന് പകൽ പൊളിക്കുന്ന ദൈവത്തിന്റെ ശക്തി. യെസ്, റിസീവ് ദ പവർ ഓഫ് ഗോഡ്. യെസ്, റിസീവ് ദ പവർ. പ്ലാനുകൾ പൊളിയട്ടെ. പ്ലാനുകൾ പൊളിയട്ടെ. പ്ലാനുകൾ പൊളിയട്ടെ. ഹല്ലേലൂയ. നിന്റെ തലമുറയെ ഓർത്തുള്ള പ്ലാൻ പൊളിയാൻ പോകുന്നു. നിന്റെ കുടുംബത്തിനോടുള്ള നിന്റെ പ്ലാനുകൾ പൊളിയാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. യോസേഫിനെ കുറിച്ച് അപ്പൻ പറഞ്ഞു, നല്ല നീല അങ്കി ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മകനെ നീ നിന്റെ സഹോദരങ്ങളുടെ നുണയും പരദൂഷണവും പറഞ്ഞു ഒരു സ്പൈ വർക്കറാക്കാൻ. ഹല്ലേലൂയ. യോസേഫിനെ അപ്പൻ വളർത്തിയത് എന്താണെന്ന് അറിയാമോ? തന്റെ സ്വന്തം സഹോദരങ്ങളുടെ നുണ പറയുന്ന നുണയനായി. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടപുത്രൻ, അവന്റെ പണി സഹോദരങ്ങളുടെ നുണ പറച്ചില്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. യോസേഫിന്റെ ആദ്യത്തെ പരിപാടി എന്തായിരുന്നു? പ്രൈസ് ദി ലോർഡ്, നുണ പറച്ചില്. ഹല്ലേലൂയ. സഹോദരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വന്ന് അവൻ വെള്ളമടിച്ചു, അവൻ മൂക്കുപിടി വലിച്ചു, അവൻ ഇത്ര സിഗരറ്റ് വലിച്ചു, അവൻ അപ്പനെ കുറിച്ച് അത് പറഞ്ഞു, അപ്പനെ തട്ടാനുള്ള പ്ലാൻ ചെയ്തു, സൈനൈഡ് റെഡിയാക്കിയിട്ടുണ്ടെന്നൊക്കെയുള്ള നുണ പറച്ചിലായിരുന്നു. ആരുടെ ജോലി? യോസേഫിന്റെ ജോലി. ഹല്ലേലൂയ. ആ നുണ പറച്ചിലാണ് യോസേഫിനെ കൊണ്ടുവന്ന് കുഴിയിലിടാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ആദ്യത്തെ പണി നുണ പറച്ചിലായിരുന്നു. യാക്കോബിന്റെ ആദ്യത്തെ പണി നുണ പറച്ചിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ചരിത്രം മാറി. ഹല്ലേലൂയ. അപ്പൻ ഉണ്ടാക്കി കൊടുത്ത അങ്കിയും വലിച്ചു കയറി, സഹോദരങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് കിണറ്റിലും ഇട്ട്. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് നേരെ കൊണ്ട് വേറൊരു വീട്ടിൽ പോയി, അവിടെയും വിഷയം. എല്ലായിടത്തും പ്രശ്നം, വിഷയം. വിളിയുള്ളവന് എവിടെ ചെന്നാലും പ്രശ്നമാണ്. എവിടെ ചെന്നാലും പ്രശ്നമാണ് നിനക്ക്. ദൈവവിളിയുള്ള നിനക്ക്, വാഗ്ദത്തമുള്ള നിനക്ക്, നീ എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്.
വിഷയങ്ങളാണ്. പക്ഷേ ഇന്ന് പകൽ ആ വിഷയങ്ങളെ, പ്രശ്നങ്ങളെ, ആ വലിച്ചു കീറിയ വസ്ത്രങ്ങളെ, അപ്പന് നിന്നെ കുറിച്ചുള്ള പ്ലാനും പദ്ധതികളും, ഹല്ലേലൂയ, പോത്തിഫറിന് നിന്നെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും, കൂടെ കിടന്ന ജയിലിൽ കിടന്നവന് നിന്നെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും ഒക്കെ ആത്മാവ് എടുത്തു കളഞ്ഞിട്ട് ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചുള്ള അസാധാരണമായ ഒരു തലമുറയായി ഒരു വസ്ത്രം നിന്റെ മേല്, നിന്റെ തലമുറയുടെ മേൽ വന്ന് വീഴാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്ലാനുകൾ പൊളിയട്ടെ. യോസേഫിനെ കുറിച്ചുള്ള പ്ലാന് പൊളിഞ്ഞതുപോലെ, യാക്കോബിനെ കുറിച്ചുള്ള മാതാവിന്റെ പ്ലാന് പൊളിഞ്ഞതുപോലെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ് ആരായിരുന്നു? അമ്മയുടെ സാരി തുമ്പും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. അമ്മ പറയുന്നതിനപ്പുറം ഇല്ല. ചില പിള്ളേർ അങ്ങനെയാണ്. അവരെ പിന്നീട് ആൾക്കാർ അമ്മക്കുട്ടന്മാരെന്ന് പറയും. ചില അമ്മക്കുട്ടന്മാരുണ്ട്, അവർക്ക് അപ്പം പറയണമെന്ന് വലിയ ഇതില്ല, അമ്മ പറയുന്നതാണ് സംഭവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു പെണ്ണാളനായിരുന്നു ആര്? യാക്കോബ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അമ്മ പറഞ്ഞത് കേട്ട് അവസാനം അടികൊണ്ട് പിരിന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ചെന്നിടത്തെല്ലാം പരാജയം. പ്രൈസ് ദി ലോർഡ്. തകർച്ച, ശാപം. പക്ഷേ ഒരു നാളിൽ പിതാവായ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവുക. നിന്റെ അമ്മ ഇട്ട പേരൊക്കെ മാറ്റിയാലേ നീ ഗുണപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. നീ ഇന്ന് വരെ നടന്ന് നിന്റെ അമ്മയുടെ കൈ, നിന്റെ അമ്മ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് 20 വർഷം നീ ശാപം പിടിച്ചവനായി നടന്നത്. നിന്റെ അപ്പൻ പറഞ്ഞത് കേട്ടെങ്കിൽ നീ ശപിക്കപ്പെടത്തില്ലായിരുന്നു. നിന്റെ അമ്മയുടെ വാക്ക് കേട്ടാ നിന്റെ ലൈഫ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് പകല് കർത്താവ് പറഞ്ഞു, നിന്റെ പ്ലാന്, നിന്റെ അമ്മയുടെ പ്ലാന്, നിന്റെ അപ്പന്റെ പ്ലാൻ എല്ലാം പൊളിയാൻ പോവുക. എന്റെ പ്ലാന് നിന്റെ പേര് വെളിപ്പെടാൻ പോവുക. നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവുക. യാക്കോബേ, ഉബായി എന്ന പേര് ഞാൻ മാറ്റാൻ പോകുന്നു. ഞാൻ നിന്റെ പേര് നിയോഗമിടാൻ പോവുക. നീ മുട്ടുമടക്കിയതൊരു നിയോഗമാ. യാബോക്കിന്റെ തീരത്ത് നീ മുട്ടുമടക്കിയതൊരു നിയോഗമാണ്. ഈ നിയോഗം ഞാനാ നിന്റെ അകത്തിട്ടത്. നിന്റെ പേര് മാറ്റാൻ, നിന്നെ രാജ്യമാക്കി മാറ്റാൻ. നിന്റെ പ്ലാന്, നിന്റെ ഭാര്യയും മക്കളെയും നിന്റെ സമ്പത്തും കൊണ്ട് അക്കരെ കടന്ന് സന്തോഷമായി ജീവിക്കാൻ ഞാൻ നിന്നെ വിടത്തില്ല. നിനക്ക് വിരോധമായി നിന്റെ സഹോദരൻ വരുന്നുണ്ട്. നിന്റെ അമ്മയുടെ വാക്ക് കേട്ടത് 20 വർഷം കഴിഞ്ഞിട്ടും കൊലക്കത്തി നിന്റെ അടുക്കുന്ന് മാറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ മാതാവ് പറഞ്ഞത് കേട്ടത് കൊണ്ട് അപ്പനെ ചതിച്ച നിന്റെ ലൈഫില് കൊലക്കത്തി നിന്റെ പുറകെ നടക്കുകയാണ്. ഏത് നിമിഷവും നീ കൊല്ലപ്പെടാം. പക്ഷേ ഇന്ന് പകല് ഒരു നിയോഗം നിന്റെ മേൽ വെളിപ്പെടുകയാണ്. നീ പോലും അറിയാതെ മുട്ടുമടക്കി നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറയുമ്പോൾ ഇന്ന് പകൽ നിന്റെ അകത്ത് ഒരു പുതിയ ദ്വാരോദയം വെളിപ്പെടാൻ പോയ. ഹല്ലേലൂയ, സ്തോത്രം. ചരിത്രങ്ങളെല്ലാം ദൈവം മാറ്റിയത് പ്ലാനുകൾ മാറ്റി. മനുഷ്യന്റെ പ്ലാനുകൾ, ഓരോ വ്യക്തികളെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലാൻ എല്ലാം മാറി. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പ്ലാൻ, പക്ഷെ മാറി. ഈ സഭയ്ക്കകത്ത് ദൈവം കൊണ്ടുവന്ന് നിർത്തി. ഈ പട്ടണത്തിൽ നിർത്തി, ദേശത്തിൽ നിർത്തിയത് ഞങ്ങളുടെ പ്ലാനുകളെ പൊളിച്ച ദൈവത്തിന്റെ പ്രവൃത്തി. ഈ പട്ടണം പിടിക്കാൻ തക്കവണ്ണം ഈ പട്ടണത്തിൽ തകർന്ന് നശിച്ച നാരായ പേര് പിടിച്ച ഞങ്ങളെ ഇതേ പട്ടണത്തിനകത്ത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ഉയർത്തിയത് മാനുഷികമായ ഞങ്ങളുടെ പ്ലാനുകളെ ദൈവം തകർത്ത് ദൈവത്തിന്റെ നിയോഗം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടെങ്കിൽ ആത്മാ പറയാണ്, ഷിഫ്റ്റിംഗ് നടക്കാൻ പോവുകയാണ്. യെരൂശലേമിനകത്ത് അപ്പോസ്തലന്മാര് ഒരു പ്ലാൻ ഇട്ടു. ഈ യെരൂശലേം മാളിക മുറിക്കകത്ത് യഹൂദന്മാരുടെ ഇടയിൽ വെളിപ്പെട്ടതായ ഈ അഭിഷേകം, ഈ ശുശ്രൂഷ, ഇതാണ് സെന്റർ. ഇവിടെയാണ് ആരംഭിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെയാണ് ആരംഭിച്ചത്. ഇതാണ് സെന്റർ. യഹൂദന്മാര് മാത്രം അവിടെ വന്ന് ആരാധിച്ചാൽ മതി, ഒരു ജാതികളും വേണ്ട എന്ന് അവർ പ്ലാനും പദ്ധതി ഇട്ടപ്പോൾ അവരുടെ അപ്പോസ്തലന്മാരുടെ പ്ലാൻ എല്ലാം പൊളിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെയാണ് ഉണർവുണ്ടായത്, ഇവിടെയാണ് തീ ഇറങ്ങിയത്, ഇവിടെയാണ് കൊടുങ്കാറ്റുണ്ടായത്. ഹാലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് 11-ാം അധ്യായമായപ്പോൾ സെന്റർ അങ്ങ് മാറ്റിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾ എന്ന പേര് ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ കാലത്ത് മാളിക മുറിയിൽ വെച്ചല്ല, 11-ാം അധ്യായത്തിനകത്ത് അന്ത്യോക്യയിൽ വെച്ച് ഹല്ലേലൂയ ദൈവം അടുത്തൊരു ഷിഫ്റ്റിംഗ് നടത്തുകയാണ്. പത്രോസിന്റെ കാലഘട്ടം ദാ കഴിയുന്നു, പൗലോസ് ദാ വെളിയിൽ വരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറേനക്കാർ വരികയാണ്, ജാതികളിലോട്ട് ശുശ്രൂഷ മാറുകയാണ്. പത്രോസിനോട് പറഞ്ഞിട്ട് കേട്ടില്ല, അപ്പോസ്തലന്മാരോട് പറഞ്ഞിട്ട് കേട്ടില്ല. അവർ പറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടെ സെന്ററും
ഹല്ലേലൂയ. യെരൂശലേമാണ്, ഈ ആലയമാണ്, യഹൂദന്മാരുടെ ഇടയിൽ മാത്രമേ ശുശ്രൂഷിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ സെന്റർ മാറാൻ പോകുന്നു. ഇത് അന്ത്യോക്യയിലോട്ടൊരു ചേഞ്ച്. ഹല്ലേലൂയ. അവിടെ വെച്ച് ആദ്യമായി ജനത്തിന് ഒരു പേര് വന്നു, ക്രിസ്ത്യാനി. ഹല്ലേലൂയ. സെന്റർ മാറാൻ പോവുകയാണ്. ലോകം മുഴുവനും എന്റെ മിനിഷി പരക്കാൻ, ശുശ്രൂഷ വെളിപ്പെടുവാൻ, ഉണർവുണ്ടാകാൻ, റിവൈവൽ വെളിപ്പെടേണ്ടതിന് പത്രോസേ, നിന്റെ പ്ലാന്, അപ്പോസ്തലന്മാരെ നിങ്ങളുടെ പ്ലാന്, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പ്ലാനും പദ്ധതിയും പൊളിഞ്ഞും അടുങ്ങുകയാണ്. ഇന്ന് പകൽ സെന്ററുകളെ മാറ്റുന്ന, സ്ഥലങ്ങളെ മാറ്റുന്ന, ഉണർവിന് വേണ്ടി അടുത്ത സെന്ററുകളെ ഉളവാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിനോട് 10-ാം അധ്യായത്തിനകത്ത് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷ ചെയ്യണമെന്ന് യോപ്പയിൽ നിന്ന് ഒരു ആള് വരും, പോണമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ മാത്രമേ, ഞങ്ങൾ അന്യ ജാതിക്കാരുടെ ഇടയിൽ. ഭയങ്കര ജാതി സ്പിരിറ്റ്. യഹൂദൻ അപ്പോസ്തലനാണ്, അഭിഷിക്തനാണ്, പറയാണ് ഞങ്ങളുടെ സെന്റർ ഇതാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, ഞങ്ങൾ ഇവിടെ 4-3-7 വരെയും കൊണ്ട് ആരാധിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോളാം. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്ലാനും പദ്ധതിയും തകരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് വായിക്കാം, 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം വായിക്കാം. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പത്രോസ് ശുശ്രൂഷയ്ക്ക് വിളിച്ച വീട്ടിൽ ചെന്ന്, ഞങ്ങള് ആരാണെന്ന് അറിയാമോ? ഞങ്ങള് ഹല്ലേലൂയ, ഞങ്ങള് വലിയ പുള്ളികളാണ്, ഞങ്ങളങ്ങനെ അന്യജാതി. ഒരു ദൈവം പറഞ്ഞ്, ദൈവം ദുപ്പട്ടിയൊക്കെ ഇറക്കി പത്രോസിന്റെ അകത്ത് കിടക്കുന്ന ദുഷ്ടഭൂതം, ആ ലൂസിഫർ, പ്രൈസ് ദി ലോർഡ്, ജാതി സ്വഭാവം, ജാതി സ്പിരിറ്റ് കിടക്കുകയാണ്. അതുകൊണ്ട് പത്രോസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവത്തിന് സെന്റർ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, ജാതികളുടെ ഇടയിലോട്ട് ശുശ്രൂഷ വെളിപ്പെടണം. പക്ഷെ പത്രോസ് പറയാണ്, ഞാൻ യഹൂദനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അന്യജാതിക്കാരന്മാരുടെ ഇടയിൽ പോകത്തില്ല. 100 വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പ് എന്ന് കടയിൽ ചെന്ന് പറഞ്ഞതിന് ഒരു ദളിതനെ അടിച്ചു കൊന്ന സ്ഥലമാണ് കേരളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വോത്രം. ഉപ്പെന്ന് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഈ കേരളത്തിലുണ്ടായിരുന്നു. ഉപ്പ്. ഇന്ന് നമ്മൾ എത്ര ഫ്രീഡ് ആയിട്ടാണ് നടക്കുന്നത് പലർക്കും അറിയത്തില്ല. 100 വർഷത്തിന് മുമ്പ് നിങ്ങളുടെ ചരിത്രം എന്തായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് മാറ്റിയത് സുവിശേഷമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. അന്നും ഇന്നും ലോകം മുഴുവനുള്ളത് ഏറ്റവും വലിയ വിഷയമാണ്. ഞങ്ങളുടെ അകത്ത് മാത്രം ഞങ്ങളാണ് ക്രിസ്ത്യാനി, ഒറിജിനൽ ക്രിസ്ത്യാനി ഞങ്ങളാണ്, ഞങ്ങളാണ് സുറിയാനി ക്രിസ്ത്യാനി, ഞങ്ങളാണ്. ഹല്ലേലൂയ. അവിടുന്ന് വന്നവര്, ഇവിടുന്ന് വന്നവര്, സിറിയാനി അതാന്നൊക്കെ പറഞ്ഞു ഭയങ്കര സംഭവം ഈ ക്രിസ്ത്യാനിയുടെ ഇടയില്. ഹല്ലേലൂയ. ദൈവം അതെല്ലാം പൊളിച്ച് പടിയാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറിജിനൽ ക്രിസ്ത്യാനി ഞങ്ങളാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന, നിഗളിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ഹല്ലേലൂയ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ യഹൂദനാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നത് ഒരു നാണം, ഒരു ഈഗോ, വരാതിരിക്കാനും വയ്യ, വന്നും പോയി. പുള്ളിക്ക് അങ്ങോട്ട് അത് പൊട്ടുന്നുമില്ല. പുള്ളി പറയാണ്, ഞാൻ ദൈവം പറഞ്ഞു ഇങ്ങനെ ദുപ്പട്ടിയൊക്കെ ഇറക്കി. അപ്പോഴും പത്രോസ് പറയാണ്, ഞാൻ നിഷിദ്ധമായതൊന്നും കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. കർത്താവിനോട് വരെ പറയുകയാണ്, ഞാൻ അശുദ്ധമായതൊന്നും. അത്ര വലിയ പുള്ളിയാണ് ഈ പത്രോസ്. അതുകൊണ്ടാണ് ദൈവം പത്രോസിനെ അങ്ങോട്ട് മാറ്റിയിട്ട് വേറൊരാളിനെ ഇറക്കി. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞു, ഞാൻ അന്യജാതിക്കാരന്മാരുടെ വീട്ടിൽ പോകുന്നവരല്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ ജാതി മതമൊന്നും ഇല്ല, ദൈവം നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങ് ആകപ്പാടെ ഇതായിട്ട് നിൽക്കുക. 44-ാമത്തെ വായിച്ചോ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 28 പറഞ്ഞ അന്യജാതക്കാന്മാരുടെ ഇടയിൽ നിന്ന് പോകുന്ന വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞതും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവിടെ കൂടിയിരുന്നവരുടെ മേൽ ജാതികളുടെ ഇടയിലോട്ട് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10-ാം അധ്യായം കൊണ്ട് പത്രോസ് ആരെന്ന് ദൈവത്തിന് മനസ്സിലായി. 11-ാം അധ്യായമായപ്പോൾ സെന്റർ ദൈവം മാറ്റി. ഹല്ലേലൂയ. ഷിഫ്റ്റിംഗ്. അന്ത്യോക്യയിലോട്ട് അങ്ങ് മാറ്റി. അവിടെയാ പൗലോസിന്റെ താരോദയം. കുറേനക്കാരനായ ശീമോൻ പണ്ട് കർത്താവിന്റെ ക്രൂശ് എടുത്ത ആ ബാച്ചുകളെല്ലാം കൂടെ കയറി വന്നു. കറുത്ത വർഗക്കാർ.
ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ അകത്തൊരു അഭിഷേകവും തീഷ്ണതയും ഉണ്ടായിരുന്നു. വേറെ വെളുത്ത വർഗക്കാർക്ക് ഇല്ലാത്തൊരു തീഷ്ണത, തീ കുറേനക്കാരന്റെ അകത്തുണ്ട്. ക്രൂശം എടുത്തുകൊണ്ട് ആരുമില്ലാതെ സകല യഹൂദന്മാരും മാറി നിന്ന് ഇവനെ ക്രൂശിക്കെന്ന് പറഞ്ഞപ്പോൾ ഒരു കറുത്ത വർഗക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, മരിച്ചാലും ജീവിച്ചാലും എനിക്കൊരു വിഷയമല്ല, എന്റെ കർത്താവിന്റെ ക്രൂശ് ചുമക്കാൻ ഞാൻ തയ്യാറാണ്. യെസ്, ഹല്ലേലൂയ. ചരിത്രങ്ങളെ മാറ്റുന്ന ദൈവം, ജാതിയും മതവും പറയുന്നതിന്റെ നടുവിൽ എന്റെ ദൈവം ജാതി മതങ്ങളുടെ വേലിക്കെട്ടുകളെ തകർത്തുകൊണ്ട് ഒരു ആത്മപ്രവർത്തിക്കായി ജാതികളുടെ ഇടയിലേക്ക് പൗലോസ് എന്ന വ്യക്തിയെ പുറത്തുകൊണ്ടുവരിക. അന്ത്യോക്യയിൽ നടന്ന റിവൈവൽ കണ്ടിട്ട് അപ്പോസ്തലന്മാരും അനങ്ങിയില്ല, വന്നില്ല. പക്ഷെ പ്രവാചകന്മാർ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലന്മാര് അവരെ പിടിച്ച പിടിയിൽ നിൽക്കാത്തത് കൊണ്ട് ഇതൊന്നും നേരെ പോകാൻ ഞങ്ങളുണ്ടെങ്കിലല്ലേ നടക്കും. അപ്പൊ കർത്താവ് പറഞ്ഞു, പിന്നെയാണ് 14 ലേഖനങ്ങൾ വരെ എഴുതിപ്പിച്ച പൗലോസിന്റെ ദൈവം എഴുതിപ്പിച്ച ജാതികളുടെ ഇടയിലെ ശുശ്രൂഷ അങ്ങോട്ട് വെളിപ്പെട്ട ഇന്ന് കേരളത്തിൽ വരെ ഈ റിവൈവൽ വരാൻ കാരണം ഹല്ലേലൂയ, സ്തോത്രം, അസാധാരണമായ ഷിഫ്റ്റിംഗ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞു, ഞാൻ ഉണ്ടെങ്കിലേ വല്ല നടക്കത്തുള്ളൂ. ഇല്ല, നീ ഇല്ലെങ്കിലും റിവൈവൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. യാക്കോബേ, നീ ഇല്ലെങ്കിലും നടക്കും. സ്തെഫാനോസ് ഇല്ലെങ്കിലും നടക്കും. ഫിലിപ്പോസ് ഇല്ലെങ്കിലും നടക്കും. എന്റെ ദൈവത്തിന് ഹല്ലേലൂയ റിവൈവൽ നടത്താൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് താൻ ബോധിച്ചവനെ തിരഞ്ഞെടുത്ത് അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവം. റിവൈവൽ വെളിപ്പെടാൻ പോവുകയാണ്. ഗ്ലോറി വെളിപ്പെടാൻ പോവുകയാണ്. സെന്ററുകൾ മാറാൻ പോവുകയാണ്. സ്ഥലങ്ങൾ മാറാൻ പോവുകയാണ്. ഉണർവ് നടക്കാൻ പോവുകയാണ്. ജാതി കോട്ടകൾ തകരാൻ പോവുകയാണ്. കൂട്ടമായി ജാതികൾ യേശുവിനെ അറിഞ്ഞ് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാർക്കൊരു സ്വഭാവമുണ്ട്. റിവൈവൽ എവിടെയുണ്ടോ പ്രവാചകന്മാരവിടെ കാണും. ഹല്ലേലൂയ. പ്രവാചകന്മാരുടെ വിളി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഉണർവുണ്ട്, റിവൈവൽ ഉണ്ടെങ്കിൽ അവിടെ പ്രവാചകന്മാർ അവരെ കൂടെ ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാഷന്മാരും അപ്പോസ്തലന്മാരും ഉപദേശികളും ടീച്ചർമാരും അല്ല. പ്രവാചകന്മാർ റിവൈവൽ ഉള്ള സ്ഥലങ്ങളിൽ അവരവിടെ നിഴലടിക്കും. അവരവിടെ വരും, അവരവിടെ ചേരും. അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്കായി ബർന്നബാസിനെയും പൗലോസിനെയും വേർതിരിച്ചത് ഹല്ലേലൂയ പ്രവാചകന്മാരാണ്, അപ്പോസ്തലന്മാരല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം ചിലതിനെ തിരഞ്ഞു പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് ചില ജാതീക ശുശ്രൂഷകൾ ജാതികളുടെ ഇടയിൽ മിനിക്ഷി വെളിപ്പെടാൻ ഒരു വലിയ റിവൈവൽ വെളിപ്പെടാൻ പോവുക. ഇത്ര പേർ ഇതിനകത്തുണ്ട്. ജാതിക കോട്ടകളെ തകർത്തുകൊണ്ട് പൈശാചിക ബന്ധനങ്ങളെ അഴിച്ച് പരിശുദ്ധാത്മാവ് ചില പൗലോസുമാരെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ചില ദൈവത്തിന്റെ പ്ലാൻ വെളിപ്പെടാൻ പോകുന്നു. മനുഷ്യന്റെ പ്ലാനുകൾ തകരട്ടെ, മാനുഷിക ഗൂഢാലോചനകൾ തകരട്ടെ, മാനുഷിക കുതന്ത്രങ്ങൾ ഉടയട്ടെ, തന്ത്രങ്ങൾ ഉടയട്ടെ. മാനുഷികമായി ഞാൻ ജയാളി എന്ന് പറഞ്ഞ് ഞാൻ ബുദ്ധിമാനാണെന്ന് പറയുന്നവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ ഇന്ന് പകൽ തകർന്ന് ഉടഞ്ഞു മാറിയിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗം ദൈവസഭകളിൽ വെളിപ്പെടേണ്ടതിന് in the name of Jesus. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിയോഗമുള്ള ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോകുക. നിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കാൻ പോകുന്നു. ആത്മാവിന്റെ വലിയ നിറവ് നിങ്ങളിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേർ തയ്യാറുണ്ട്? പരിശുദ്ധാത്മാവ് കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങിയതുപോലെ പ്രൈസ് ദി ലോർഡ്. പത്രോസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി. അവർ അഭിഷേകത്തിൽ നിറഞ്ഞു, അന്യഭാഷകൾ പറഞ്ഞു. അവർ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അവർക്ക് ഇപ്പോൾ തന്നെ സ്നാനം കൊടുക്കണമെന്ന് പത്രോസിന് ഒരു ബോധമുണ്ടായതുപോലെ ഹല്ലേലൂയ കൂട്ട സ്നാനങ്ങൾ നടക്കാൻ പോകുന്നു. കൂട്ട മാനസാന്തരങ്ങൾ നടക്കാൻ പോകുന്നു. കൂട്ടമായ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ മാനസാന്തരം നടക്കും, കൂട്ട സ്നാനം നടക്കും, ജനനങ്ങൾ നടക്കും, ചലനങ്ങൾ നടക്കും. യെസ്, ഹല്ലേലൂയ. എല്ലാ ബാരക്കുകളും എല്ലാ അതിർവരമ്പുകളും പൊട്ടാൻ പോവുകയാണ്. ഇത്രത്തോളം മതി എന്ന് പറഞ്ഞ അതിരിട്ടിരിക്കുന്ന അതിരുകളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ അതിരുകളും മാനുഷികമായ അതിരുകളെ പൊട്ടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ഇട്ടിരിക്കുന്ന അതിരുകൾ പൊട്ടുകയാണ്. നിന്റെ പ്ലാനുകൾ തകരുകയാണ്. യേശുവിന്റെ പ്ലാന് നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും വെളിപ്പെടാൻ പോവുകയാണ്.
റെഡിയാണോ? പ്ലാന്, ദൈവത്തിന്റെ പ്ലാന് നിന്റെ തലമുറയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? എന്റെ പ്ലാനും പദ്ധതിയുമല്ല, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും എന്റെ മേൽ വെളിപ്പെടണമേ എന്ന് ആഗ്രഹിക്കുന്ന തലമുറകൾ കരങ്ങളെ ചേർത്തടിച്ച് ഈ പാട്ട് പാടി ആത്മസാന്നിധ്യത്തിൽ ആരാധിച്ചോട്ടെ. In the name of Jesus. Power. Come on, Chavana Bariva Chantanava. Come on, Chavana Bariva Chirava Rakshampanava. Yes, fire. അഭിഷേകം അഭിഷേകം. നിന്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകുവാൻ, ഹല്ലേലൂയ, നീ ദൈവസഭയ്ക്ക് അനുഗ്രഹമായി മാറുവാൻ, നിന്റെ ദേശത്ത് നീ മാനിക്കപ്പെടേണ്ടതിന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. ഈ അഭിഷേകത്തിന് മാത്രമേ നിന്നെ മാറ്റാൻ സാധിക്കത്തുള്ളൂ. Hallelujah, Jesus. Praise the Lord. യേശുവിന്റെ ശക്തിക്ക് മാത്രമേ നിന്നെ മാറ്റാൻ പറ്റൂ. ആത്മാവിന് മാത്രമേ നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. പ്രസംഗങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല, പ്രാർത്ഥനകൾക്ക് മാറ്റാൻ പറ്റണമെന്നില്ല. എന്നാൽ ആത്മാവ് നിന്നെ തൊടുമ്പോൾ നീ പുതിയ മനുഷ്യനായി മാറും. നിന്റെ ചരിത്രം മാറും, ചോദ്യ ചിഹ്നങ്ങൾ മാറും, നിന്റെ സംശയങ്ങൾ മാറും. നീ ഞെട്ടിപ്പോകുന്ന ഭാവി നിനക്കായി ദൈവം കരുതിയിട്ടുണ്ട്. നീ ദൈവ ഭയമുള്ളവനായി മാറണം. നീ യേശുവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇന്ന് നീ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ നീ ജയിലിനകത്ത് കിടക്കേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ മാനസാന്തരപ്പെട്ടാൽ നീ ഉന്നതങ്ങളിൽ വാഹനമേറി പോകും. നീ ചരിത്രമായി മാറും. ഇതിനകത്ത് നിൽക്കുന്ന 2-3 പേര് ഭാവിയിൽ മാനസാന്തരപ്പെടാതിരുന്നാൽ ജയിലിൽ കയറുന്നതായി ഞാൻ കാണുന്നു. പ്രൈസ്. പത്രങ്ങളിൽ വാർത്ത വന്ന് ജയിലിൽ കിടക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്ത് നിൽക്കുകയാണ്. എന്നാൽ മാനസാന്തരത്തിന്റെ ഫലം കായ്ച്ചാൽ നീയും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നീയും നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. നിന്റെ തലമുറകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ. തലമുറകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ചിലരെ തൊടട്ടെ, മാനസാന്തരപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും വാസവും ഞങ്ങൾ കേട്ടതായ ദൈവിക ദൂതിനോടും പ്രാപിച്ച ദൈവശക്തിയോടും സകല വിശുദ്ധന്മാരോടും കാലാവസാനത്തോളം ഉണ്ടാകപ്പെടുമാറാകട്ടെ. നമുക്കായി ജയം നൽകിയ ക്രിസ്തുവിനെ നമുക്ക് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ.